റോഡിലുള്ള വലിയ കരിങ്കല്ലൊക്കെ പൊക്കി എൻ്റെ ദേഹത്തിടുക, നിന്നെ ഇന്ന് കൊന്നിട്ടേ ഉള്ളൂ. അന്നേരത്തേനും പിന്നെ എൻ്റെ ജീവിതം ഇന്നുകൊണ്ട് തീർന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് മുന്നോട്ട് ഒരു ജീവിതവും ഇല്ല, ഇന്ന് എൻ്റെ അവസാനമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ പുറകിൽ ഞാൻ നേരെ വിറകുമുട്ടി ഒരെണ്ണം എടുത്തിട്ട്, ഭൂ സാത്താനെ ഇന്ന് നിന്റെ അവസാനം. ഞാൻ നോക്കിയപ്പോ ആളെ കാണുന്നേ ഇല്ല. കതകിന്റെ പുറകില് ഇങ്ങനെ ചുരുണ്ടുകൂടി അവിടെ ഇരിപ്പുണ്ട്. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ജോയമ്മ സണ്ണി ആൻറ്റിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അരോമ ടി വിയിലൂടെ എങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ എൻ്റെ കുടുംബത്തിന് എല്ലാവിധമായ കർത്താവിന്റെ സ്നേഹവും അറിയിക്കുകയാണ്. അരോമ ടി വിയുടെ പ്രേക്ഷകർ, എന്നെ കേൾക്കുന്നവർക്ക് കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം ഈ സാക്ഷ്യത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും എന്നെ കേൾക്കുന്നവർക്കും യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനും, അതുപോലെ ഈ നീറുന്ന വിഷയങ്ങൾ വേളകളിൽ വർഷങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുമ്പോൾ പ്രത്യാശയില്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ ജീവിതം അവസാനിപ്പിച്ച് കളയുവാനല്ല, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കുവാൻ ഈ ടി വിയിലൂടെ കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇത് അനേകർക്ക് പ്രത്യാശയായി തീരുവാൻ്റെ ഗുണം അനേകരുടെ ഭവനങ്ങളിലേക്ക് എത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നു. ഇനി എൻ്റെ ബാല്യകാല അനുഭവം, ഞാൻ ജനിച്ചു വളർന്നത് വയലത്തല, അത് റാന്നിക്കും കോഴഞ്ചേരിക്കും ഇടയ്ക്ക് വശത്തുള്ള വയലത്തല എന്ന സ്ഥലത്താണ്. ഞങ്ങൾ മക്കൾ 4 പേരാണ്, 2 ആണും 2 പെണ്ണും. അതിൽ മൂന്നാമത്തേതാണ് ഞാൻ. എൻ്റെ മാതാവും പിതാവും ഞങ്ങൾ സാധാരണ കൃഷിക്കാരൊക്കെയാണ്. കൃഷി, ആടുമാടുകൾ വളർത്തൽ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ യാക്കോബായ സമുദായത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളർന്നതും. അവിടെ പള്ളി അടുത്തായതുകൊണ്ട് എല്ലാവിധമായ പ്രാർത്ഥന, ഉപവാസം, എല്ലാ മീറ്റിങ്ങുകൾക്ക് കടന്നു പോവുകയും അച്ഛന്മാരെയൊക്കെ വളരെ ബഹുമാനിച്ചു. അങ്ങനെ ഒരു ജീവിതാനുഭവത്തിൽ കൂടിയാണ് ഞങ്ങൾ വളർന്നത്. എൻ്റെ മൂത്ത ജ്യേഷ്ഠത്തി ആദ്യം നഴ്സിങ്ങിന് പോയി. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത ആങ്ങള അല്ലാതെ ജോലിക്ക് പോയി. അവർ രണ്ടുപേരും നോർത്ത് ഇന്ത്യയിലാണ് താമസിച്ച് പഠിച്ചതൊക്കെ. പഠിച്ചതല്ല, ജോലിയുടെ കാര്യത്തിൽ പ്രൊഫഷണലായിട്ട് പഠിച്ചതൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി ലുധിയാന CMCയിൽ ജോലിക്ക് കയറിയപ്പോൾ എന്നെ അവിടേക്ക് വിളിച്ചു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രി വരെ നാട്ടിൽ പഠിച്ചിട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ലുധിയാന CMC മെഡിക്കൽ കോളേജിൽ പഞ്ചാബിൽ ജോലിക്ക് നേഴ്സിംഗ് പഠിക്കാനായിട്ട് കടന്നുപോയി. അവിടെ നേഴ്സിംഗ് പഠിക്കുകയും അവിടെ ജോലി 2 വർഷം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിക്ക് മാറി. ഡൽഹി ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സൗദി അറേബ്യയിലേക്ക് ഇന്റർവ്യൂവിന് ലഭിക്കുകയും അവിടെ സൗദി അറേബ്യയിലേക്ക് കടന്നു പോവുകയും ചെയ്യാനിടയായത്. എന്നാൽ ഈ ലുധിയാന മെഡിക്കൽ കോളേജിലായിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ യാക്കോബ പശ്ചാത്തലമായിരുന്നാലും അവിടെ ദൈവവചനം എപ്പോഴും ശുശ്രൂഷിക്കുകയും ദൈവത്തിന്റെ കാര്യം, പ്രാർത്ഥന, ആരാധന, മീറ്റിങ്ങുകൾ, ഇതുപോലെ സുവിശേഷ പ്രസംഗങ്ങൾ, രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് പറയുക, അതിന് ഓൾട്ടർ കോൾ വിളിക്കുക, ഇങ്ങനെയുള്ള ഈ 7 വർഷത്തെ എൻ്റെ ജീവിതത്തിൽ അനേക പ്രാവശ്യം ഞാനിത് അനുഭവിച്ചതാണ്. പക്ഷെ അന്നൊന്നും എനിക്കിതൊന്നും ഗ്രഹിച്ചില്ല. ഞാൻ എൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് മറ്റു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നുമില്ല. എൻ്റെ പുറമേയുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥനയിൽ കൂടെ വിടുതൽ ലഭിക്കുന്നുണ്ട്. അവിടെ എനിക്ക് പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്. എൻ്റെ ക്ലാസ്സിലുള്ളവരും വിശ്വാസത്തിലുള്ളവരുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഞാൻ കൂട്ടായ്മയ്ക്ക്
ക്ലാസ്സിലിരിക്കും. അതുപോലെ അവിടെ ബൈബിൾ ക്ലാസ്സുകളുണ്ട്, എല്ലാ ആഴ്ചയിലും ബൈബിൾ ക്ലാസ് നടക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുമ്പോഴും അവിടെ ഡോക്ടർ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്ടർ ആയിരുന്നത്. ഇങ്ങനെ സുവിശേഷ മീറ്റിങ്ങുകൾ വെക്കുകയും സ്റ്റുഡൻസിനോട് ശരിക്കും സുവിശേഷം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ഒരു ആത്മാവുണ്ടെന്നോ സോള് ഉണ്ട്, ഇതിനൊരു രക്ഷ വേണമെന്നുള്ള ഒരു കാര്യം എനിക്ക് അന്നൊന്നും ഗ്രഹിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും പുറമേയുള്ള കാര്യമാണ് ചിന്തിക്കുന്നത്. അത് എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അത് പ്രാർത്ഥനയിൽ കൂടെ ഞങ്ങൾക്ക് വിടുതൽ കിട്ടുന്നുണ്ടല്ലോ എന്നാണ് ഓർത്തിരുന്നത്. അതുപോലെ അവിടെ ഞാൻ അവിടെ ഇവാഞ്ചലിക്കൽ ചർച്ചിലോ അല്ലെങ്കിൽ ഇവരുടെ കൂടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഇതിനകത്തൊക്കെ ഇരിക്കും, പുറമെ ഒരു വിശ്വാസത്തിൻ്റെതായിട്ടുള്ള ഒരു ആരാധനയിലേക്ക് ഞാൻ ഒരിക്കലും പോയിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് പോന്നപ്പം എൻ്റെ അച്ഛനെ ഞങ്ങളോട് പറഞ്ഞു വിട്ടിരുന്നു, ഈ നമ്മുടെ ആരാധന വിട്ട് വേറൊരു ആരാധനയ്ക്ക് കടന്നു പോകരുതെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ഉറപ്പിൽ ഞാൻ ഒരിക്കലും മറ്റൊരു ആരാധനയിലേക്ക് കടന്നു പോയില്ല. പക്ഷെ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. അവിടെ അനേക ഇവാഞ്ചലിസ്റ്റ് പല രാജ്യങ്ങളിൽ നിന്നുള്ള, ഡെൻമാർക്കിൽ നിന്നും അമേരിക്കയിൽ നിന്നും അങ്ങനെ പല രാജ്യങ്ങളിലുള്ളവരെ കൊണ്ടുവരികയും അവിടെ ഈ ഇങ്ങനെയുള്ള മീറ്റിങ്ങൾ നടത്തുകയും ചെയ്യും. പിന്നെ ഞങ്ങളുടെ ട്യൂട്ടേഴ്സ് എല്ലാം മിക്കവാറും മിഷണറീസ് ആണ്. അപ്പൊ ആ മിഷണറീസ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോഴെല്ലാം ഈ ദൈവവചനം സംസാരിക്കും. ദൈവവചനം എനിക്ക് ഇഷ്ടമാണെങ്കിലും അതിന്റെ ആ മാർമിക വശങ്ങളെ മർമ്മങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ അതൊക്കെ ഇന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ അവിടെ കഴിഞ്ഞിട്ടാണ് ഞാൻ സൗദി അറേബ്യക്ക് കടന്നു പോകുന്നത്. സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ അവിടെയുണ്ട് ഇങ്ങനെ പ്രെയർ ഗ്രൂപ്പുകളുണ്ട്. അത് രഹസ്യത്തിലാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള പ്രെയർ ഗ്രൂപ്പിൽ കടന്നു പോയിട്ടില്ല. കാരണം അന്നും എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ട വാക്കുകൾ ഞാൻ എപ്പോഴും ഓർക്കും. വേറൊരു പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് പോകാതെ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും കാസിട്ടിട്ട് കുർബാന കേൾക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 83 ഞാൻ സൗദി അറേബ്യക്ക് കടന്നു പോകുന്നത്. 85 എനിക്ക് സൗദി അറേബ്യയിൽ തന്നെയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ വിവാഹം കഴിയുവാനിടയായി. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ്. ഞാൻ കേരളവും ഡൽഹിയും പോലുള്ള ദൂരമുണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പൊ ഞാൻ സൗദിയുടെ ഏറ്റവും സൗത്ത് സൈഡിലാണ്, ജിസാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ മറ്റു പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ നടന്നു. അങ്ങനെ അവിടെ വെച്ച് മോനുണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 വർഷം കൂടെ ഞങ്ങൾ അവിടെ താമസിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങളെ അവിടെ നോക്കാൻ. വീട്ടിൽ കൊണ്ടുവരികയും പിന്നെ തിരിച്ചു കൊണ്ടുപോവുക, പിന്നെ വീട്ടിൽ കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എങ്ങനെയും ട്രാൻസ്ഫർ വാങ്ങിക്കണമെന്ന് വെച്ചാൽ ജുബൈൽ എന്ന സൗദിയുടെ സ്ഥലത്തേക്ക് മാറുന്നത് 89 അങ്ങോട്ട് മാറുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അവിടെ വെച്ചാണ് മോളുണ്ടാകുന്നത്. മോളുണ്ടായി 15 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ കുവൈറ്റിന്റെ ഇൻവേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഈ സൗദി ഈ ബോർഡറിൽ നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. അപ്പൊ എനിക്ക് സിസേറിയൻ ആയിരുന്നു, കുഞ്ഞ് ചെറുതായിരുന്നു. എല്ലാ കുട്ടികളെയും നാട്ടി വിടണമെന്നൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തീരെ കുഞ്ഞായതുകൊണ്ട് ഇവളെ നാട്ടി വിടാൻ കഴിയാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഓർത്തു, ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ പോയിട്ട് പിന്നെ എനിക്ക് എവിടോട്ടേലും പോകാം. അന്നേരം എൻ്റെ സിസ്റ്ററൊക്കെ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അവര് പറഞ്ഞു നിനക്ക് എപ്പം വേണേലും ഇങ്ങോട്ട് വരാം. പിന്നെ എൻ്റെ കൂടെ CMC ലുധിയാനയിൽ പഠിച്ച അനേകർ USA പോയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും വരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു എനിക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എവിടോട്ടേലും പോകാമല്ലോ എന്ന് വിചാരിച്ചു. പെട്ടെന്ന് റിസൈൻ ചെയ്തു. ആ കുഞ്ഞിനെയുമായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് നാട്ടിൽ വന്നു. അപ്പൊ മോനും മോളും ഞങ്ങൾ രണ്ടുപേരുമായിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ നാട് വയലത്തല റാന്നി സൈഡ്, റാന്നി കോഴഞ്ചേരിയുടെ ഇടയ്ക്ക്. പക്ഷെ ഇവിടെ കോട്ടയം പുതുപ്പള്ളിയിലാണ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്. അവർ മർത്തോമക്കാരാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച മാതിരി ഒന്നും അല്ല ഈ മർത്തോമ കുടുംബത്തിൽ. ഞാൻ വിചാരിച്ചത് എപ്പോഴും പ്രാർത്ഥനയും ആരാധനയും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നു. പക്ഷെ ഞാനിവിടെ വന്നപ്പം വേറൊരു രീതിയിലാണ് കുടുംബ പശ്ചാത്തലം പോകുന്നത് കണ്ടത്. എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പെട്ടെന്ന് കഴിഞ്ഞില്ല. കാരണം അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടുത്തെ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ 2 മുറി ഉണ്ട്, അവിടോട്ട് അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് മാറി താമസിക്കാമെന്ന് പറഞ്ഞ് ഈ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാദറിന് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി, മരിച്ചു പോകാനിടയായി. അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ വീട്ടിൽ നിന്ന് എന്നെ വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ ഫാദറിന് ഒരു സൈഡ് കംപ്ലീറ്റ് സ്ട്രോക്ക് ആയിട്ട് തളർന്നുപോയി. ആ 2 സാഹചര്യം കൂടെ വന്നപ്പോൾ ഞങ്ങളുടെ 2 വീടിന് ശോധനകളായി. എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ആരും ഇങ്ങോട്ട് എന്നെ അന്വേഷിക്കാനോ വരാനോ സഹായിക്കാനോ ഒന്നും കടന്നു വരാൻ കഴിയാത്ത അവസ്ഥയിലായി. ഫാദറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അവരങ്ങനെ പോകുന്നു. അപ്പം ജ്യേഷ്ഠത്തി ദുബായിലും എൻ്റെ മൂത്ത ആങ്ങള റായ്പൂരിലുമായിരുന്നു. ഇളയ ആങ്ങള മാത്രമേ വീട്ടിലുള്ളൂ. അവൻ ആ കാര്യവുമായിട്ട് അങ്ങനെ കടന്നുപോയി. വീട്ടിലെ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. ഇവിടെ ഞങ്ങൾക്ക് ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായി.
അപ്പം പല ബിസിനസ്സുകളൊക്കെ ചെയ്യാമെന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ്. പല ബിസിനസ്സിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങി. പക്ഷേ ഇവിടെ ഈ കോട്ടയത്തിനൊരു പ്രത്യേകത ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, മർത്തമ പാരമ്പര്യമാണെങ്കിലും ഇവർക്ക് മദ്യപാനത്തിന്റെ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പം അനിയനും അളിയനും എല്ലാവരും ഉണ്ട്. അപ്പൊ എനിക്ക് ആ സാഹചര്യം തീരെ അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ വീട്ടിന്റെ സാഹചര്യം അനുസരിച്ച് എനിക്കത് വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നി. ഞാൻ അതിനോടൊക്കെ എതിർത്ത് നിന്നെങ്കിലും അത് ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നതായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങള് ഈ വീട് പണി തീർന്നില്ല. പണി തീരാതെ തന്നെ ആ 2 മുറിയിലോട്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി താമസിച്ചു. ഇവിടോട്ട് മാറി താമസിക്കുകയും മറ്റു അനേക ബുദ്ധിമുട്ടുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അന്ന് ഈ വസ്തുവിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടെന്നോ, ഭവനത്തിന്റെ ഇത് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നോ, അങ്ങനത്തെ യാതൊരു കാര്യം എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ആത്മീയമായിട്ടോ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് ഒട്ടും അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത തലവേദന വന്നിട്ട് എനിക്ക് ഒട്ടും ഈ വീട്ടിൽ നിൽക്കത്തില്ല, കുഞ്ഞുങ്ങളെ നോക്കത്തില്ല, ഒന്നുമില്ല. അങ്ങനെ ബിസിനസ്സുകൾ ഞാൻ ചെയ്യാൻ നോക്കി, വണ്ടി വാങ്ങിച്ചു, അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡ് ചെയ്യാൻ നോക്കുന്ന എല്ലാം തകർന്നു പോയി. ഫാദറും കൂടി ഇല്ലാത്തത് കൊണ്ട് ഒട്ടും ഞങ്ങളെ വിട്ടേച്ച് പുറത്തോട്ട് പോകാനുള്ള സാഹചര്യം ഇല്ല. പല വഴികൾ നോക്കിയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ വന്നു. പിന്നെ ഈ മദ്യപാനത്തിന്റെ ശക്തി, കൂട്ടുകെട്ടുകളെ എല്ലാം പഴയ കൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ അങ്ങോട്ട് ഇരട്ടിച്ച് വർദ്ധിച്ചു വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ബഹളം. ഞങ്ങളുടെ തമ്മിലുള്ള കുടുംബ തകർച്ച, കലഹങ്ങള്, കുഞ്ഞുങ്ങളെ നോക്കാൻ വയ്യാത്ത അവസ്ഥകള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എല്ലാ ദിവസവും ഓരോന്നും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഞങ്ങള് കൊണ്ടുവന്ന സ്വർണം, സാധനങ്ങളെ എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ അതിനോടെല്ലാം എതിർക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം ഞങ്ങൾ തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിച്ചു. അപ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന, പ്രാർത്ഥിക്കാൻ അറിയാവുന്ന, എൻ്റെ അമ്മ ഒരു മർത്തോമക്കാരിയുന്നുണ്ട്, സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കും വീട്ടിൽ. അപ്പൊ അത് ഓർത്ത് ഞാൻ സങ്കീർത്തനമായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. മോനെ മാത്രം സ്കൂളിൽ ഇവിടെ ഒരു അടുത്തൊരിടത്ത് കിൻഡർ ഗാർഡൻ അല്ല, അതിലേക്ക് ചേർത്തു. എന്നിട്ട് പിന്നെ ഞാൻ ഈ രാവിലെ തൊട്ട് വയ്യോളം ഈ സങ്കീർത്തനം വെച്ച് കരയും പ്രാർത്ഥിക്കുകയും എൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥയായിട്ട് മാറി വഷളായി പോകുന്നത് പോലെ തോന്നി. എനിക്ക് സഹായത്തിനായിട്ട് ചോദിച്ചു. ഞാൻ മൂത്ത പെങ്ങന്മാരോടും ചേട്ടനോടും ഒക്കെ ചെന്ന് കാര്യം പറഞ്ഞു. എന്നിട്ടൊന്നും അവർക്കൊന്നും ഒരു വിടിപ്പിക്കാൻ കഴിയാത്ത പോലായി. മാതാവിനോടും ഒക്കെ പറഞ്ഞ് ആരും എന്നെ സഹായിക്കുന്നില്ലാതെ കണ്ട് ഞാൻ ഒറ്റയ്ക്കാകുന്ന പോലെ തോന്നി. എല്ലാ കാര്യത്തിലും ഞാൻ ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവസ്ഥലയിൽ ഈ സങ്കീർത്തനം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. ആ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും അതെന്റെ ഹൃദയത്തിനകത്ത് വല്ലാത്ത ആഴത്തിൽ അത് ഗ്രഹിക്കുന്ന പോലെ തോന്നി. നേരത്തെയൊക്കെ സങ്കീർത്തനങ്ങൾ വായിച്ചു വിടുകയായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, എന്നെ പോലെ വേദനയെ അനുഭവിക്കുന്ന ഒരാൾ ഈ വേദോസ്തവത്തിലുണ്ട്. അപ്പൊ ഞാൻ ദാവീദ് പ്രാർത്ഥിച്ച പോലെ തന്നെ ഓരോ സങ്കീർത്തനങ്ങളും എടുത്ത് ദിവസം തോറും ദൈവസനെ കരയുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ പ്രശ്നം കൂടി വരുക, എന്നോടുള്ള എതിർപ്പ് ഏറ്റവും വർദ്ധിക്കാൻ തുടങ്ങി. വീട്ടുകാരെല്ലാം എന്നോട് എതിർത്തു. ഞാൻ അങ്ങനെ പള്ളിയിലെ അച്ഛന്മാരോടൊക്കെ ചെന്ന് പറഞ്ഞു എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ വന്ന് ഉപദേശിച്ചിട്ട് ഇത് വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ ട്രാഡ അങ്ങനെയുള്ള യൂണിറ്റ് ഉണ്ട്, മദ്യപാനത്തിന്റെ യൂണിറ്റുകളുണ്ട്, അവിടെ ചെന്ന് അവരെ വിളിച്ചുകൊണ്ട് വന്നു. അവരും ആഴ്ചയിലൊക്കെ വന്ന് പ്രാർത്ഥിക്കാനും അവര് കൂട്ടായ്മ എടുക്കാനും ഉപദേശിക്കാനും ഒക്കെ തുടങ്ങി. ഒടുക്കം അവര് പറഞ്ഞു, വേറെ ആരോടെങ്കിലും ആണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം, ഉപദേശിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഈ വ്യക്തിയോട് ഞങ്ങൾക്ക് ഒരു തരത്തിലും അടുക്കുവാൻ കഴിയാത്തൊരു സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകാൻ തുടങ്ങി. എല്ലാവരും വരുന്നവരും പറയുന്നവരെല്ലാം ഒഴിഞ്ഞു പോയി. ഈ വ്യക്തിയോട് ഞങ്ങൾക്ക് അടുക്കാൻ കഴിയത്തില്ല, ഈ വ്യക്തിയോട് സംസാരിക്കാനോ ഉപദേശിക്കാനോ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ പിന്നെയും രാവും പകലും ഇല്ലാതെ രാത്രിയിലൊക്കെ ഞാൻ കരയുക. എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യണം, ആരൊരു ഉപദേശം തരും, എനിക്ക് ഈ ദേശത്ത് ആരെയും അറിയത്തില്ല. അന്ന് ആകെപ്പാടെ ഉള്ളത് വണ്ടിയെല്ലാം വിറ്റു നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു ഓട്ടോ മാത്രമുണ്ട്, അത് മോനെ സ്കൂളിൽ കൊണ്ടുവിടും, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്നു. മോള് തീരെ കുഞ്ഞാണ്. ആ സമയത്ത് എനിക്ക് ഈ തലവേദനയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. തലവേദനയുടെ അസ്വസ്ഥതകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതെനിക്ക് നിൽക്കാൻ കഴിയാത്ത പോലെ. അപ്പൊ പല പ്രാവശ്യം എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായത് എന്നാന്ന് വെച്ചാൽ, ഒരു ഗുളിക പോലും എൻ്റെ കയ്യിൽ ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരു ദിവസം ഞാൻ തൊട്ടടുത്ത വീട്ടിലെ ആള് ഓഫീസിൽ പോയിട്ട് കയറി വരുന്ന കണ്ട് ഞാൻ അന്നേരം ആ ആളിനോട് ഒരു ഗുളിക വാങ്ങിക്കാന്ന് പറഞ്ഞ് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ തലവേദനയ്ക്ക് കുറവ് വന്നു. അപ്പൊ ഞാൻ പലതും ഇങ്ങനെ ശ്രദ്ധിച്ചു. പലപ്പോഴും ഞാൻ ഈ വീടിന് ഉള്ളിലിരിക്കുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടാകുന്നത്. ഈ കുഞ്ഞുങ്ങളെ പോലെ നോക്കാൻ വയ്യ, ഞാനിവിടെ ചത്തുപോകുമെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അനുഭവിക്കുന്ന ഒരു തലവേദനയല്ലത്. ഏതോ സാധനം വന്ന് വെട്ടി പുളർക്കുന്ന പോലെ, വെട്ടുകത്തി വെച്ച് വെട്ടുന്ന പോലെയാണ് എൻ്റെ തലക്കിട്ട്, തലയുടെ ഞരമ്പിന്. അത് പെട്ടെന്നാണ് തുടങ്ങുന്നത്. അത് പലപ്പോഴും ഞാൻ ഇവരോടൊക്കെ പറയുമ്പോൾ പറയും ടെൻഷനാണ്.
മറ്റു കാര്യമാണ് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ടെൻഷൻ അല്ല, ഇതിങ്ങനെ പെട്ടെന്നാണ് എൻ്റെ തലയ്ക്ക് വെട്ടുന്ന പോലെ വെട്ടുന്നത്. അങ്ങനെയാ തലവേദന തുടങ്ങുന്നത്. പിന്നെ എനിക്ക് ശബ്ദം കേൾക്കത്തില്ല, നിൽക്കത്തില്ല, കഴിക്കത്തില്ല, ഒന്നും ചെയ്യാൻ വയ്യ, ഒരു കാര്യം ശ്രദ്ധിക്കാൻ വയ്യ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അപ്പൊ എനിക്ക് മനസ്സിലായി വീടിന് പുറത്തിറങ്ങുമ്പോൾ ഇത് കുറവുണ്ട്. അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്യുവാനിടയിൽ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ അടുത്തുള്ളൊരു എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള സഹോദരി എന്നെ ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്, എക്യുമെനിക്കൽ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയുണ്ട്, എല്ലാവരും കൂടെ ഉള്ളത്. ആ കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയി. അതിന് ഞാൻ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ എടുത്തുകൊണ്ട് സന്ധ്യാസമയത്ത് അങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. 10 വർഷം 5 വർഷമായിട്ടൊക്കെ മദ്യപാനത്തിൽ നിന്നൊക്കെ വിടുവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ദൈവം വിടുവിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ 10 വർഷമൊന്നും ഇങ്ങനെ സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് പ്രശ്നങ്ങൾ ഒരു മദ്യപാനം മാത്രമല്ല, ഒരു മദ്യപാനിയുടെ ഭവനത്തിൽ അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം, ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അന്നേരമേ അറിയത്തുള്ളൂ. അപ്പൊ ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് വിടുവിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വർഷങ്ങൾ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിനോട് അല്ല കർത്താവേ, എനിക്ക് 3 ദിവസത്തെ ഒരു പ്രാർത്ഥന വെച്ച് അതിനകത്ത് വരുമ്പോൾ വിടുതൽ കിട്ടുമെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്നാൽ എനിക്ക് 3 ദിവസത്തിനകം ഇതിനകത്തുനിന്ന് വിടുതൽ വേണമെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 3 ദിവസം ആ പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ വെച്ച് ഇങ്ങനെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിനെ രക്ഷിതാവായിട്ട് അവിടെ വെച്ച് ഏറ്റു പറഞ്ഞു. അപ്പൊ ഞാൻ ഹൃദയത്തിൽ അങ്ങ് പൂർണ്ണമായിട്ട് നിശ്ചയിച്ചു, എനിക്ക് ഈ 3 ദിവസം കഴിയുമ്പോൾ വിടുതൽ കിട്ടും. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഏറ്റവും വഷളായിട്ട്, ഏറ്റവും അത്യന്തം എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ അന്ന് രാത്രി കയറി വന്നത്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഇപ്പൊ ഇങ്ങനെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല, എനിക്ക് ഒട്ടും സഹിക്കത്തില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അന്നത്തെ അറിവില്ലായ്മയിലാ ഞാൻ രാത്രി 12 മണിയായപ്പോൾ മണ്ണെണ്ണ എടുത്ത് എൻ്റെ തലയിൽ ഒഴിച്ചു, ദേഹം മുഴുവൻ ഒഴിച്ചു. എന്നെ തീപ്പെട്ടിയും കയ്യിലെടുത്തത്. പക്ഷെ ദൈവത്തിന്റെ കൃപ, ദൈവം എന്നെ രക്ഷിച്ചു. കുഞ്ഞുങ്ങളെ സ്നേഹിക്കാഞ്ഞിട്ടല്ല, പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും അന്നേരം ഓർക്കുന്നില്ല. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല, നമ്മുടെ ബുദ്ധിയെ മറച്ചു കളയുന്ന പോലെ തോന്നി. പക്ഷെ കർത്താവിന്റെ ദാസൻ തന്നെ എന്ത് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് തീപ്പെട്ടി വാങ്ങിച്ച് വലിച്ചെറിഞ്ഞിട്ട് എന്നെ കൊണ്ട് പൈപ്പിന്റെ കീഴെ നിർത്തി വെള്ളം എൻ്റെ ദേഹത്ത് ഒഴിച്ചു. അങ്ങനെ കർത്താവ് ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ കുഞ്ഞുങ്ങളെയുമായിട്ട് പിന്നെ എന്നോട് ഉടമ്പടി ചെയ്യും, ഇനി ഞാൻ മദ്യപിക്കത്തില്ല. അങ്ങനെ ഉടമ്പടി ചെയ്ത് ഞാനത് വിശ്വസിച്ചിരിക്കുമ്പോൾ പിന്നെയും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ വരും അവിടുന്ന്. ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തുനിന്ന് പോലും ആൾക്കാർ വന്ന് കൂട്ടുകാരെ ഒന്ന് വിളിച്ചോണ്ട് പോകും. അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ വയ്യാതെ വന്നപ്പോ പല പ്രാവശ്യം ഞാൻ വിചാരിച്ചു, ഞാൻ ഇവിടെ ബസ് തൊട്ട് വാതിക്കല ബസ് വന്ന് നിർത്തുന്നത്. വെളുപ്പിനെ 5:45 5:30 കഴിയുമ്പോൾ ട്രാൻസ്പോർട്ട് ബസ് വരും. ഞാൻ അതിന്റെ അടുക്ക പോയി നിൽക്കും, ഞാൻ എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് പിന്നെ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാന്നൊക്കെ ഓർത്തു. അതാ പറഞ്ഞ കുഞ്ഞുങ്ങളെ പോലും ഞാൻ ഇട്ടേ ചോടിപ്പോട്ടു. പക്ഷെ അവിടെ ചെന്ന് ബസ് വരുന്ന സമയമാകുമ്പോൾ ആരോ എന്നെ തള്ളിവിടുന്ന പോലെ, എന്നെ വീട്ടിനകത്തേക്ക് തള്ളിക്കൊണ്ടുവരുന്ന പോലെ. അങ്ങനെ ഞാൻ വർഷങ്ങൾ അനുഭവിച്ചു. രാത്രി പകലും ഞാനന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ പാപത്തിന്റെ ശക്തി ഇത്ര ഭയങ്കരമാണ്. കാരണം ഞാൻ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ദാവീദ് തന്റെ അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ പ്രാണൻ കാരാഗ്രഹത്തിലായി കിടക്കുന്നു, എൻ്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു, എൻ്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ വന്നിരിക്കുന്നു, ഞാൻ മൂങ്ങ പോലെ ഒറ്റയ്ക്കിരിക്കുന്നു. ഈ അവസ്ഥകളെല്ലാം വായിക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്, രാവും പകലും കിടന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ നിമിഷങ്ങളൊക്കെ ക്ലോക്കെ ഓരോ നിമിഷം ചെല്ലുന്ന എനിക്ക് ഓരോ ദിവസം പോലെയാ തോന്നുന്നത്. അതുപോലെ, കാരണം ഒത്തിരി ലേറ്റ് ആയിട്ടേ വീട്ടിൽ കയറി വരത്തുള്ളൂ. എൻ്റെ ഞാൻ ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് രാവ് മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കുകയും സങ്കീർത്തനം എനിക്കറിയാവുന്നുള്ളൂ. പക്ഷെ അതിനകത്തെ ഓരോ 18-ാം സങ്കീർത്തനവും 22-ാം സങ്കീർത്തനവും അങ്ങനെ ഓരോന്ന് 17 സങ്കീർത്തനം ഒക്കെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ സങ്കീർത്തനങ്ങൾ വെച്ച് ഞാൻ ഇങ്ങനെ ദിവസത്തിൽ കരഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുള്ള ഒരു മാതാവ് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വസിക്കുകയും എങ്കിൽ മാത്രമേ നാം ചോദിക്കുന്നതൊക്കെ ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ ഇച്ചിരിച്ച പറഞ്ഞത്. എനിക്ക് മുഴുവനും മനസ്സിലാകത്തില്ല, കാരണം എൻ്റെ സങ്കടത്തിന്റെയും പ്രാണവേദനയും. കാരണം ഞാൻ ഏത് അവസ്ഥയിലാണ് സൗദി ജീവിച്ചത്. ഞാനൊരു ഡെൻമാർക്ക് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റലിലാണ് ജീവിച്ചത്. കാരണം എനിക്ക് ജോലിക്കാരായിട്ട് എടുത്തു തരാനും എല്ലാത്തിനും ജോലിക്കാരെ വേലക്കാരെ പോലെ നിയമിക്കുകയും എല്ലാ സമ്പന്നതയോടും ടിക്കറ്റ് എല്ലാ കാര്യങ്ങളുടെ സൗദി അറേബ്യയുടെ നമ്പർ 1 ഹോസ്പിറ്റലാണ്. അതുപോലെ ജീവിച്ച് ജോലി ചെയ്ത് ഹൈ സാലറിയിലാണ് ജോലി ചെയ്ത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വേണ്ടുന്ന ഒന്നുമില്ല, സഹായിപ്പാൻ ആളില്ല, പറഞ്ഞു തരാൻ ആളില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കുഞ്ഞുങ്ങളെ നോക്കാനോ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെ ബുദ്ധിമുട്ടുകളായി.
ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ജീവിപ്പിക്കും, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് വീട്ടുകാരെ തിരിഞ്ഞു നോക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഇത് വെച്ചാണ് ഞാൻ പിന്നത്തെ എൻ്റെ അവസ്ഥയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അതാ ഞാനിങ്ങനെ ഇറങ്ങി ഓടിപ്പോകും. പറഞ്ഞ ആരും സഹായമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല. നേരത്തെയൊക്കെ ഞാൻ പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നതൊക്കെ യേശുവിന്റെ നാമത്തിലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കർത്താവിനെ, എനിക്ക് യേശു എന്ന ഒരു കർത്താവിനെ മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഈ സുവിശേഷം സങ്കീർത്തനം അല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് മറ്റൊന്നും അറിയത്തില്ല, പള്ളിയിൽ മാത്രമേ പറയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഞാൻ അവിടെ ഒക്കെ യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എന്നോട് ആരാണ്ട് പറഞ്ഞു ഇങ്ങനെ പുള്ളി ആളന്മാരോടൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പൊ ഞാൻ പുതുപ്പള്ളി പോയി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ മണർകാട്ട് പള്ളി പോയി അവിടെ കിടന്ന് ഈ കുഞ്ഞിനെ കൊണ്ട് കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വീടിന്റെ ബാക്കി പണി ചെയ്യുമ്പോൾ ഈ പണിക്കുള്ള പൈസയുമായിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വരുന്ന വേറൊരു ലെവലിലാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരു തരത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ വന്ന് ഞങ്ങൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും മാത്രമായി മുന്നോട്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ചോ ഭാവി ജീവിതത്തെക്കുറിച്ചോ ഈ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. കാരണം എൻ്റെ വീട്ടിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമായി. അപ്പൊ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആര് നോക്കുമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ കിടന്ന് നിലവിളിക്കുന്ന സമയം. അങ്ങനെ 3.5 വർഷമാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ലാസ്റ്റ് ഒടുവിലൊക്കെ ആയപ്പോഴത്തേന് ഈ കൂട്ടായ്മ കഴിഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിന്റെ മദർ അവിടെ എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മാച്ചൻ വിശ്വാസത്തിലുള്ളതാ, അവരുടെ ഒരു പാസ്റ്ററും ഒക്കെയാണ്. അപ്പം പുള്ളി അവിടെ ഒരു മാസയോഗം ഉണ്ട്, വരണമെന്ന് അമ്മച്ചി എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ താല്പര്യമാണ്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു വ്യത്യാസം കണ്ടു. ഞങ്ങൾ ഈ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെയല്ല, ഇവിടെ മാസയോഗത്തിലിരിക്കുമ്പോൾ എന്തോ ഒരു ശക്തി കൈയടിക്കുമ്പോഴൊക്കെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാനത് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് ഒരു വേറൊരു ശക്തിയുണ്ട്. പാവപ്പെട്ട ആൾക്കാരെ ഇവിടെ ഇരിക്കുന്നതെല്ലാം, പക്ഷെ ഇവിടെ എല്ലാവർക്കും ഒരു ശക്തിയുണ്ട്. അതെന്താന്ന് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോ ഒരു ദൈവദാസൻ എഴുന്നേറ്റ് നിന്ന് ഒരു വാക്യം പറഞ്ഞു. അത് എഫെസ്യ ലേഖനം 3:20 നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് ക്രിസ്തയേശുവിലെ സഭയിലും മഹത്വം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞത് എങ്ങനെയാണ്, ഒരു മദ്യപാനയുടെ വീട്ടിൽ ചെന്ന ആ ആള് മദ്യപിച്ചേച്ച് തിരിച്ചു വന്നിട്ട് വീട്ടിലുള്ള സകല സാധനവും നശിപ്പിക്കും, ഭാര്യയോടും മക്കളോടും എല്ലാം വഴക്കുണ്ടാക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ചോദിക്കും, ഇതെന്തുവാ ഈ കാണുന്നതൊക്കെ, ആരാ ഇതിങ്ങനെയെല്ലാം ചെയ്തതെന്നൊക്കെ ചോദിക്കുക. അപ്പം നിങ്ങൾ തന്നെ അത് ചെയ്തതെന്ന് പറയാമെങ്കിൽ പറയും, ഞാനിതൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും ഇന്നലെ ചെയ്തില്ലെന്ന് പറയും. അപ്പൊ തന്നിൽ വ്യാപരിച്ച ഒരു ശക്തി, അത് മദ്യത്തിന്റെ ശക്തിയാണ് തന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കുമാറാക്കി എന്ന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെയാണ് നമ്മിൽ ദൈവത്തിന്റെ ശക്തിയാൽ വ്യാപരിച്ചാൽ നാം അല്ല, ദൈവം തന്നെ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരു ദൈവദാസൻ എഴുന്നേറ്റ് വേറൊരു എക്സാമ്പിൾ പറഞ്ഞ് സിംസോൻ എന്ന ഒരു ആളെ കുറിച്ച് പറഞ്ഞു. ഒരാളുണ്ടായിരുന്നു, ഫെലിസ്ത്യരെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം അനോയിന്റ് ചെയ്ത് ഏൽപ്പിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിയുടെ പാപം ചെയ്തു മുഖാന്തരം അനോയിന്റിങ് നഷ്ടപ്പെട്ടിട്ട് തന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഇപ്പം ഫെലിസ്ത്യർക്ക് മാവ് കുത്തിപ്പൊടിക്കുന്ന അവസ്ഥയിലാക്കി എന്ന് പറഞ്ഞപ്പോ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെയൊക്കെ നിന്റെ അവസ്ഥ ഇത് തന്നെ. അപ്പൊ ശരിയാ, ഞാൻ പറഞ്ഞു എൻ്റെ കണ്ണും കുത്തിപ്പൊടിച്ചു, എന്നെ ബന്ധിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കുടുംബജീവിതത്തെ തകർത്തു. ഞാനിപ്പോ ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഇതിനൊരു ഫലമില്ലാത്ത കഷ്ടപ്പാട്. നേരത്തെ ഞാൻ ജോലി ചെയ്താൽ എനിക്ക് ശമ്പളം കിട്ടുമായിരുന്നു, ഇത് ഞാൻ അനുഭവിക്കുന്ന എന്തോ വേദനയാണ് ഇത് ഞാൻ അനുഭവിക്കുന്നത്, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറഞ്ഞ് എന്നെ ബന്ധിച്ചിട്ടിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനിവിടെ വന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ ആദ്യം നോക്കിയത് ഈ എവിടെയാണ് ആ ശക്തി ഇരിക്കുന്നത്. എഫെസ്യർ എന്ന ലേഖനം കണ്ടു, എഫെസ്യറിനകത്ത് ഈ ശക്തി ഇരിക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ എഫെസ്യ ലേഖനം വായിച്ചു. അങ്ങനെ ഈ പൗലോസിന്റെ മേലെ ഈ ശക്തി ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്ന പൗലോസിനോട് പ്രാർത്ഥിച്ചതല്ല, എനിക്ക് ആരോട് പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ പൗലോസിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഈ ശക്തി എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ നിരന്തരം ഇവിടുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ എഫെസ്യ ലേഖനമൊക്കെ വായിക്കാനും ദൈവസന്നിധിയിലിരുന്ന് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ശക്തി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു. അങ്ങനെ 3.5 വർഷം കഴിഞ്ഞു. ആ സമയമൊക്കെ ആയപ്പോഴത്തേനും ആ മാതാവ്, മുമ്പേ നേരത്തെ പറഞ്ഞ ആ മാതാവ് എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും എന്നെ സഹായിക്കാനും ഒക്കെ തുടങ്ങി. അവരുടെ കൂട്ടായ്മയിലാണ് ഞാനിവിടെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ അത്ഭുതത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞ PG വർഗീസ് സാറിന്റെ ഒരു പുസ്തകം എനിക്ക് കൊണ്ടു തന്നു. ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൂതന്മാരുണ്ട്, ദൂതന്മാർ ഇടപെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൂതന്മാരോട് കൽപ്പിക്കാൻ തുടങ്ങി, ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെ ദൂതന്മാരോട് കൽപ്പിച്ച ഈ കൂട്ടുകെട്ടിനകത്തൂടെ ഞാൻ പറയുന്ന സമയത്തൊക്കെ തിരിച്ചു വരാം. എന്തൊക്കെയോ സംഭവിച്ചു.
അവരുമായിട്ട് പിണങ്ങി തിരിച്ചു വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി ദൂതന്മാര് പ്രവർത്തിക്കും, അങ്ങനെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ അമ്മച്ചി ഇങ്ങനെ എൻ്റെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് 1993 ഓഗസ്റ്റ് മാസം ഓണത്തിന്റെ സമയം വന്നു. ആ സമയപ്പോ ഇങ്ങനെ ഇടയ്ക്ക് നിൽക്കും, മദ്യപാനം നിർത്തും, എന്നിട്ട് എന്നോട് പറയും, ഞാനല്ല, എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എന്നിൽ എന്തോ ഒരു ശക്തി വ്യാപിച്ച് ഞാൻ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ മദ്യപിച്ച് ഇങ്ങനെയാ തിരിച്ചു വരുന്നതെന്ന് എന്നോട് പറയും. അപ്പൊ ഞാൻ വിശ്വസിക്കത്തില്ല, ഇത് ഒത്തിരി കേട്ടതാണല്ലോ, ഇത് കള്ളത്തരം, എങ്ങനെയും ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളെയുമായിട്ട് രക്ഷപ്പെടണം, അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കിക്കൊണ്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. അന്നേരം അമ്മച്ചി ഞങ്ങളോട് കൂടെയുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓഗസ്റ്റ് മാസം വന്നപ്പോൾ ഈ ഓണത്തിന്റെ സമയം അന്ന് പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇവർക്ക് ചോറ് കൊടുക്കാം എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചു. അന്നേരം എൻ്റെ ജ്യേഷ്ഠത്തിൽ എനിക്ക് USA പോകാൻ വേണ്ടി IELTS എഴുതണമെന്നും പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞുങ്ങളും അവിടെയുണ്ട്. ഇന്ന് ഞാനങ്ങും പുറത്തു പോകത്തില്ല, എന്നെ ശ്രദ്ധിച്ചോണം, ഇന്ന് മദ്യഷാപ്പൊന്നുമില്ല, ഞാൻ മദ്യ ചെയ്യാനൊന്നും പോകത്തില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാനതങ്ങ് വിശ്വസിച്ചു. എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. വിശ്വസിച്ച് ഇങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. അത് ഉച്ചയുടെ സമയം, എല്ലാവരും ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ 11:30 12:30 ഉച്ചയായിട്ടൊന്നും ആരെ കാണുന്നില്ല. അപ്പൊ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, എല്ലാരും കൂടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ആരെയും കാണുന്നില്ല. എല്ലാരും കഴിക്കാൻ വരുമെന്ന് പറഞ്ഞ് ആരെയും കാണുന്നില്ലെന്ന് ഓർത്ത് ഉച്ചയും കഴിഞ്ഞു, 4 മണിയും കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനുള്ള സാധനമൊക്കെ കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുത്തേച്ച് ഞാൻ പതുക്കെ ഇവിടുന്ന് ഒരു 300 മീറ്റർ ഇച്ചിരി മേളിലോട്ട് കയറി പോകണം, ദൂരെയാണ് കുടുംബ വീട്, അവിടോട്ട്. അപ്പൊ ഞാൻ പതുക്കെ കയറി ചെല്ലുക. കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് കയറി നടന്നാടി ചെല്ലുമ്പത്തേനും വല്ലാണ്ട് മദ്യപിച്ച് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് റോഡിലുള്ള വലിയ കരിങ്കല്ലൊക്കെ പൊക്കി എൻ്റെ ദേഹത്തിടുക, നിന്നെ ഇന്ന് കൊന്നിട്ടേ ഉള്ളൂ, ഇനി മേലെ നിന്നെ ഇവിടെ വെച്ചേക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടുന്ന് പുറത്തോട്ട് പേടിച്ചൊന്നുമില്ല, ഞാൻ പുറത്തോട്ട് ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇളയ അളിയനുണ്ട്, ആ പുള്ളി വന്നു. അത് കഴിഞ്ഞ് എന്നെ ഉപദ്രവിക്കാനും വീടിനകത്ത് കയറാതെ പുറത്തു കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളവും വെക്കാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരെല്ലാം ചുറ്റുകൂടി കൂടി വന്നു. അന്നേരത്തേനും പിന്നെ എൻ്റെ ജീവിതം ഇന്നുകൊണ്ട് തീർന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് മുന്നോട്ട് ഒരു ജീവിതവും ഇല്ല, ഞങ്ങൾ തമ്മിലുള്ള ഒരു ജീവിതവും ഇല്ല. കാരണം നാട്ടുകാരെല്ലാം കണ്ടു, നാട്ടിൽ ഞങ്ങൾ ഭയങ്കര പരസ്യകോലമായി. എൻ്റെ ആർക്കും എന്നെ ഇതിനകത്തൊന്നും വിടുവിക്കാനും കഴിയത്തില്ല. ഇന്ന് എൻ്റെ അവസാനമാണ്, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, എനിക്കിനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. പക്ഷെ 7:30 മണി വരെ ഈ മുറ്റത്ത് കിടന്ന് അവിടെ കിടന്ന് ബഹളം വെക്കുകയല്ല, അത് വീടിനകത്ത് കയറത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ ഷർട്ടേ പിടിച്ച് വലിച്ചു കയറ്റി. ആര് വിളിച്ചിട്ടും പിടിച്ചിട്ട് വരുന്നില്ല, അത്ര ബലമാണ് നേരം. അങ്ങനെ ഞാൻ ഷർട്ടേ പിടിച്ച് വലിച്ചു കയറ്റി മുറി കൊണ്ടിട്ട് അടച്ചിട്ട് ഞാൻ ഈ കുഞ്ഞിനെ പാലെടുക്കാൻ വേണ്ടി കുപ്പി കഴുകാൻ വേണ്ടി അടുക്കളയിൽ ചെന്ന് കുപ്പി കഴിപ്പിക്കൊണ്ടിരിക്കുമ്പം ഞാൻ അറിഞ്ഞില്ല, ഞാനോടത്ത് അവിടെ റൂമിലല്ലേ ഞാൻ അടച്ചിട്ട് വെച്ചിരുന്നു. പക്ഷെ എൻ്റെ നേരെ പുറകെ വന്ന് 2 കൈയും പൊക്കി, ഈ സമയം നിന്നെ അടിച്ചു കൊല്ലും, ഇന്ന് ഇതിന്റെ അവസാനമാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ നേരെ പുറകിക്കുന്നു. എനിക്ക് ഒരു രക്ഷയും കിട്ടിയില്ല, എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവിടെ അടുപ്പ് അന്ന് കത്തിക്കുമായിരുന്നു, തീ വിറകുമുട്ടികൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ വിറകുമുട്ടി ഒരെണ്ണം എടുത്തിട്ട് അതെടുത്ത് എൻ്റെ വായിൽ ഇങ്ങനെയാണ് വന്നത്, ഭൂ സാത്താനെ, ഇന്ന് നിന്റെ അവസാനം. ഞാൻ നോക്കിയപ്പോൾ ആളെ കാണുന്നേ ഇല്ല. ആള് പോയി പുറകിൽ പോയി കതകിന്റെ പുറകിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി അവിടെ ഇരിപ്പുണ്ട്. അന്ന് ഈ മദ്യപാന ശക്തി വിട്ടുപോയി. അപ്പൊ അന്ന് ഈ സംഭവത്തിൽ ഞാൻ അവിടെ കിടന്ന് ഒത്തിരി നിലവിളിച്ചു. ഞാൻ അന്ന് എന്നോട് പറഞ്ഞ, ഞാൻ ഈ മർത്തസ്മുനി പള്ളിയിൽ പോയി അച്ഛനെ കണ്ടായിരുന്നു, ഈ മണർകാട്ട് പള്ളിയിൽ പോയി, പുതുപ്പള്ളി പള്ളിയിൽ പോയി, അങ്ങനെയൊക്കെയുള്ള ഇവിടെ എല്ലാം ഞാൻ അവിടെ നിന്ന് വിളിച്ചു. നിങ്ങളിൽ ആരെങ്കിലും ദൈവമുണ്ടോ ഇന്ന് എന്നെ രക്ഷിക്കാൻ? അതിന് മുമ്പേ ഞാൻ ആ 4 മണി തൊട്ട് 7 മണി വരെ സമയത്ത് ഞാൻ കിടന്ന് നിലവിളിച്ചു. കാരണം എനിക്കൊരു ജീവിതം ഇല്ല, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ജീവിതമില്ല, ഇവരെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നിലവിളിച്ചപ്പോൾ ഒടുക്ക ഞാൻ നിലവിളിച്ച ഇങ്ങനെ, ഭൂമിയിൽ ഏതെങ്കിലും ഒരു ദൈവം ഉണ്ട് ഇന്ന് ഇന്നിവിടെ ഇറങ്ങി വന്നു. ആ ദൈവം എന്ന് എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. ആ ദൈവം അന്ന് സാത്താനെ ശാസിച്ചു വിട്ടു. അതോടുകൂടി മദ്യപാനം ഇന്ന് വരെ പിന്നെ മദ്യപിച്ചിട്ടില്ല. അതുപോലെ ദുർവർത്തമാനം പറയുന്ന അതെല്ലാം വിട്ടുമാറി. അപ്പൊ ഞാൻ പോയെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. രാവിലെ എഴുന്നേറ്റപ്പം എന്നോട് ചോദിച്ചു എന്താ സംഭവിച്ചത്, എങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പക്ഷെ ഞാനെല്ലാം പാക്ക് ചെയ്യായിരുന്നു ഇവിടുന്ന് കുഞ്ഞുങ്ങളെയുമായിട്ട് എവിടെയെങ്കിലും പോകാൻ. അമ്മച്ചിയും പറഞ്ഞു നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടു, കാരണം ഇനി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. കാരണം ഇന്നലത്തെ സംഭവം എല്ലാം കണ്ട് അവരെല്ലാം നടുങ്ങി പോയി, പേടിച്ചു പോയി. അങ്ങനെ ഞാനെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷെ അന്നേരം എന്നോട് പറഞ്ഞു, ജോളി എന്നെ വീട്ടിൽ വിളിക്കും, ജോളി ഇന്നൊരു ദിവസം കൂടി എന്നോട് ക്ഷമിക്കാമോ?
അപ്പൊ എനിക്കറിയില്ല, ഓട്ടോമാറ്റിക്കലി ഞാൻ നിൽക്കുന്ന പോലെ ഞാൻ അങ്ങ് നിന്നു. എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, ആരോട് പറയണമെന്ന് അറിയത്തില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. പക്ഷെ അതോടുകൂടി അന്ന് ഇത് കഴിഞ്ഞു, അതങ്ങ് സെറ്റിലായി. പിന്നെ ഇങ്ങനെ ഓരോ കാര്യമൊക്കെ പറയെടുക്കൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം കേൾക്കുന്നുണ്ട്. വലിയ വയലന്റ് ആയിട്ടൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവുക. അങ്ങനെ പോകുന്ന ആ ഡിസംബറിൽ ഓണം കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ട് 1-2 മാസമായി. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അത് കഴിഞ്ഞ് ഡിസംബർ ആയ സമയത്ത്, ഡിസംബറല്ല, നവംബർ ഒടുവില് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കുനിഞ്ഞെന്തോ എന്നെടുത്ത് ഒരു കരിയില എടുത്തിട്ട് അവിടെ ഇങ്ങനെ മാറ്റിയതാ. സിറ്റൗട്ടിൽ കിടന്ന പെട്ടെന്ന് നടുവെട്ടിപ്പോയി. നടുവ് വെട്ടിയിട്ട് അനങ്ങാനും വയ്യ, ഇരിക്കാനും വയ്യ, എഴുന്നേൽക്കാനും വയ്യ, ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ എന്നെ പിടിച്ച് ഒരു തരത്തിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ടുപോയി കട്ടിലേക്ക് കിടത്തി. കട്ടിലേക്ക് കിടന്നിട്ട് ഒട്ടും സഹിക്കാൻ വയ്യാത്ത അതിവേദന. അങ്ങനെ വന്നിട്ട് പറഞ്ഞു, കിഴി വെക്കാനൊക്കെ പറഞ്ഞു, ആരാണ്ടെയൊക്കെ വിളിച്ചു. അവരൊക്കെ വന്ന് നോക്കിയിട്ട് അനങ്ങാൻ വയ്യാത്ത അസ്വസ്ഥയായി. അങ്ങനെ പിന്നെ ഇവിടെ അടുത്തുള്ള മന്ദിര ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം ഇങ്ങനെ വെയിറ്റ് ഇട്ടു. 15 കിലോ വീതം 2 കാലിൽ 30 കിലോ വെയിറ്റ് ഇട്ട് ഇങ്ങനെ തല കീഴായി കട്ടില് പൊക്കി അങ്ങനെ ഇട്ടിരിക്കുക, നടുവെട്ടലും മാറാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായി അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴത്തേന് ഈ കൂട്ടുകാരും എല്ലാം വിട്ടുപോയി, സഹോദരങ്ങളും വിട്ടുപോയി. ആരും അവിടെ ഒന്നും നിൽക്കാൻ പോലും ആരും, അമ്മയോ സഹോദരങ്ങളോ മറ്റുള്ളവരോ ആരും ഭയപ്പെട്ടു പോയി. എല്ലാവരും ഭയപ്പെട്ടു പോയി, ആരും നിൽക്കാൻ വന്നില്ല. പിന്നെ ഞാനും കുടുംബമായിട്ട് അവിടെ പോയി താമസിക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ താമസിച്ച് അവിടെ കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്. ഈ ഞാൻ അന്ന് മാസയോധനം പോയെന്ന് പറഞ്ഞ ആ അമ്മയുടെ സഹോദരന്റെ മക്കള് പാർശ്വം ഭാര്യയും പിന്നെ ഇവിടെ IPCയിലുള്ള ദേവദാസന്മാരും ഒക്കെ പ്രാർത്ഥിക്കാൻ വരുന്നത്. അവര് പറയുന്നുണ്ട് സന്ദർശനമാണെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നോട് അവര് പറഞ്ഞു ജോളി സ്നാനപ്പെടും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് അതേക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. ഞാൻ ഓർക്കുന്ന മദ്യപാനമൊക്കെ പോയി സുഖമായിട്ട് നല്ല ഒരു മർത്തോമ കുടുംബത്തിലെ ഇങ്ങനെ അച്ഛന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെല്ലാം പോയിട്ട് നല്ല ഒരു മർത്തോമ ജീവിതം എനിക്ക് നയിക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാനിരിക്കുന്നത്. എന്നിട്ട് പോയി ജോലി ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവര് പറഞ്ഞു സ്ഥാനപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്കതിൽ താല്പര്യമില്ല എന്നുള്ള ഞാൻ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവര് ആ ഹോസ്പിറ്റലിൽ പോയി എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിള് കൊണ്ടു കൊടുത്തു. അങ്ങനെ ഇവിടെ അടുത്തുള്ളവരെ ബൈബിള് കൊണ്ടു കൊടുക്കുകയും ഒരച്ചായൻ ബൈബിള് കൊണ്ടു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഈ ബൈബിള് വായിച്ചു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ഒത്തിരി വ്യത്യാസമുണ്ട്, എനിക്കിതെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടുത്തെ കൂട്ടായ്മയ്ക്ക് പോകുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് ആ ആളിനോട് ചോദിച്ചു, സ്നാനപ്പെടണം എങ്ങനെയാണ് നമ്മുടെ കൂട്ടായ്മയിൽ? അന്നേരം പുള്ളി പറഞ്ഞു, സ്നാനപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ നിന്നാൽ മതി, ഇതിന്റെ ഒരു ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേർപെട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. അപ്പൊ ഞാനിവിടെ ഒന്ന് പറഞ്ഞു, അങ്ങനെ സ്നാനപ്പെടുകയൊന്നും വേണ്ട, നമുക്ക് ഈ പ്രാർത്ഥനയിലൊക്കെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് എന്നോട് തറപ്പിച്ചു പറഞ്ഞു. എന്നിട്ട് 23-ാം തീയതി ഞങ്ങൾ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ഡോക്ടറിനോട് ചോദിച്ച് അവിടെ ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ വന്നപ്പോ വിട്ടപ്പോ അവര് പറഞ്ഞു, ഈ ബെൽറ്റ് ഊരരുത്, ബസ്സിൽ കയറരുത്, അങ്ങനെയൊക്കെ ഒത്തിരി നിബന്ധനകൾ വന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോ പിറ്റേ ദിവസം രാവിലെ ഈ ബെൽറ്റ് വിട്ട് ഇറങ്ങിപ്പോകുന്നു. ഞാൻ ചോദിച്ചു ഇവിടെ പോവാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇവിടെ അടുത്ത് മേളിലെ തൊട്ടടുത്തൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട് ചർച്ചിന്റെ, അവിടോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ അന്തിച്ചു പോയി, ഇതെന്തൊരു കാര്യമായി, എങ്ങും പോരെന്ന് പറഞ്ഞിട്ട് മെഡിക്കലി വെച്ച് നോക്കുമ്പോ എനിക്ക് ഒത്തിരി പേടിയുണ്ട്. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു അല്ല പോകരുത്. പക്ഷെ പുള്ളി കൺവെൻഷന് പോയിട്ട് എന്നോട് അവിടെ നടന്ന കാര്യമെല്ലാം അവിടെ വചനം അതുപോലെ എന്നോട് വന്ന് പറഞ്ഞു. പിന്നെ 2-3 ദിവസത്തെ ഇവിടുത്തെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് പിന്നെ പോയി മന്ദിര ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒരു കൺവെൻഷൻ ഉണ്ട്, അവിടെ പോകാന്ന് പറഞ്ഞു. അവിടെയും ചെന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം എന്നോട് വന്ന് വ്യക്തമായിട്ട് വചനം എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മൾ സ്വർഗത്തിൽ പോകത്തില്ല ഇങ്ങനെ പോയാൽ. ഞാൻ ചോദിച്ചു പിന്നെ എന്നാ ചെയ്യണം? അപ്പൊ ഞാൻ കുഞ്ഞിനെയുമായിട്ട് വന്ന് അവിടെ സൗദിയിൽ കുഞ്ഞിനെ മാമോദിസ മുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞങ്ങള് ചത്തുപോയാലും ഇവള് മരിച്ചു പോയാല് ഇവള് സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ള ഒരു ചിന്തയില ഒന്നാമത്തെ, അതൊരു മനസ്സിലൊരു വലിയ ഭാരമായിട്ട് കിടക്കും. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പോകും? അങ്ങനെ ഇരിക്കുമ്പോ 1-ാം തീയതി ഈ ഇവിടുത്തെ ദൈവദാസന്മാരെല്ലാം വീട്ടിൽ വന്ന് ഞങ്ങളോട് സുവിശേഷമൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് വലിയ സന്തോഷമെങ്കിലും പുള്ളി അതിനെ എതിർത്തു. ഓരോ കാര്യങ്ങൾ ചോദിച്ചു, ബൈബിളിലെ വചനം എടുത്ത് ഓരോ കാര്യം ചോദിച്ചപ്പോൾ ആ കർത്താവിന്റെ ദാസൻ പിന്നെ പറഞ്ഞു, ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങ് പോയി. പക്ഷെ 8-ാം തീയതി ഒരു ദൈവദാസനെ പൂനെയിൽ നിന്ന് ദൈവം അയച്ചു. ആ ദൈവദാസൻ വന്ന്
ഇങ്ങനെയല്ല ജീവിക്കേണ്ടതെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. പിന്നെ എങ്ങനെയാ എന്നെ വീട്ടിൽ വന്ന് കാണിച്ചു തരാം. അങ്ങനെയാ ആ ദേവദാസൻ 7 ദിവസം ഉപവാസം എടുത്ത് വീട്ടിൽ വന്നു. ഞങ്ങളുടെ 3 പേരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു പാരമ്പര്യ ശക്തി അഴിച്ചു വിട്ടു. അതൊന്നും നമുക്കൊന്നും മനസ്സിലാകത്തില്ല, എന്നാലും ശ്വാസിച്ച് അഴിച്ചു വിട്ടു. അതിന് ശേഷം പുതുപ്പള്ളി ചർച്ചിൽ ചെന്നിട്ട് ഒരു ദൈവദാസനെയും കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ പറയാനും തുടങ്ങി. അതാണ് ബി പി അബ്രഹാം പാസ്റ്റർ, ഡാളസിലുള്ള പാസ്റ്റർ. അങ്ങനെ കർത്താവിന്റെ ദാസനും പറഞ്ഞു, ഞാൻ സൗദിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് വളരെ സ്നേഹമായിട്ട് പെരുമാറാനും ഇടപെടാനും ഒക്കെ തുടങ്ങി. ഈ പൂനെ എന്ന് പറയുന്ന ദേവദാസൻ 3 മാസം ഞങ്ങളുടെ വീട്ടിൽ ഡെയിലി വന്നിരുന്ന് ഈ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനെ എങ്ങോട്ടും വിടത്തില്ല, പോകരുത്, ഇപ്പൊ പോകരുത്, ഉറച്ചു നിൽക്കുന്ന കഴിയാതെ എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 18-ാം തീയതി ഞങ്ങളുടെ വീട്ടില് 18, 19, 20 ഈ പുതുപ്പള്ളി ഏജ് ചർച്ചിന്റെ നേതൃത്വത്തിൽ ആ ദേവദാസന്റെ കൂടെ വന്ന ഒരു ഉപവാസ പ്രാർത്ഥന വെച്ച് ഞങ്ങളെ രണ്ടുപേരെയും പിന്നെ കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിച്ച് പിന്നെ ഒന്നുകൂടെ ഞങ്ങളെ കുടുംബമായി ഒന്നിപ്പിച്ച് ആ പ്രാർത്ഥന വെച്ചിട്ട് ഫെബ്രുവരി 20-ാം തീയതി ഞങ്ങളെ സ്നാനപ്പെടുവാനിടയായി. അങ്ങനെയാണ് ഞങ്ങൾ സ്നാനപ്പെട്ടു കുടുംബമായിട്ട്. ആ സ്നാനപ്പെട്ട സമയത്ത് ഈ മാതാവും ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനും കുടുംബവും കൂടെ ഞങ്ങളുടെ ഒപ്പം സ്നാനത്തിനിറങ്ങി. അത് പുതുപ്പള്ളിയിലെ വലിയൊരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു. ആ കൺവെൻഷൻ നടത്തി അതിനുശേഷമാണ് ഞങ്ങൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എനിക്ക് ജോലിക്ക് പോകാമെന്ന് കണ്ട് ഞാൻ എല്ലാം തീർന്നല്ലോ, എല്ലാം കുഴപ്പമില്ല, എല്ലാം റെഡിയായി. ഇനി ജോലിക്ക് പോകാമെന്ന് കണ്ട് ഞാൻ കോഴിക്കോട്ട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയി. പക്ഷെ 1 മാസം വന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ട അവരെ നോക്കാൻ ആരുമില്ല, അവർക്ക് അവരെ എങ്ങനെ നോക്കണമെന്ന് അറിയാൻ വയ്യാത്തതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കിവിടെ നിൽക്കേണ്ടി വന്നു. പിന്നെയാണ് കർത്താവിന്റെ ദാസൻ പറയുന്നത്, നിങ്ങളുടെ ഇത് ഇങ്ങനെയുള്ള വിളിയല്ല, നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുകയാണെന്നുണ്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് ബൈബിൾ കോളേജിൽ വിട്ടു. പുനലൂർ ബൈബിൾ കോളേജിൽ അവിടെ 3 വർഷം പഠിച്ചു. ഈ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയപ്പം വി പി അബ്രഹാം വൈഫ് എന്നോട് പറഞ്ഞു, പഠനത്തിലൊക്കെ പോകുമ്പോൾ ഒത്തിരി കഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഞാന് ഭയങ്കര കഷ്ടം അനുഭവിക്കാൻ തുടങ്ങി. ഒരുപാട് ആർക്കും എന്തുവാ പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്ന് പറഞ്ഞ വി പി അബ്രഹാം പാസ്റ്ററും കുടുംബം അമേരിക്കയ്ക്ക് പോയി. പിന്നെ വന്നൊരു ചെറിയ പാസ്റ്ററുടെ മക്കളാ. അവർക്കും അധികം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടെ ഒന്നും അവർ കടന്നു പോയിട്ടില്ല. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന കാര്യമൊന്നും അവരോട് പറഞ്ഞാൽ അവർക്കൊന്നും ഗ്രഹിക്കുന്നില്ല. അവര് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഭയങ്കരമായതുകൊണ്ട് ഞാൻ കർത്താവിനോട് ചോദിച്ചു, എൻ്റെ വീട്ടുകാരോ നാട്ടുകാരോ ഞങ്ങൾ ആരും ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല, എൻ്റെ കാര്യം എന്നാന്ന് ചോദിച്ചപ്പം എന്നോട് ഇങ്ങനെ വചനത്തിൽ കൂടെ എനിക്ക് ശബ്ദം കേട്ടു, മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ തരാം. ഞാൻ ഓർത്തു, എന്തോ രാജ്യം, എന്ത് നീതി. ഞാൻ എന്നിട്ട് പിന്നെ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ മത്തായി തൊട്ട് തപ്പി നോക്കുക, എന്താ രാജ്യം, എന്താണ് നീതി. അങ്ങനെ ദൈവം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിലോട്ട് വിട്ടേച്ച് ഞാൻ 7:30 സ്കൂളിൽ വിട്ട 7:30, 8 ആകുമ്പോഴത്തേന് ഞാൻ ഈ ബൈബിളും ഞാനും മാത്രം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഈ വചനം വായിക്കുക, വചനം ദാഹത്തോടെ വായിക്കുക. അപ്പൊ എന്നെ ഓരോ കാര്യങ്ങൾ കാണിച്ചു തന്നു. അങ്ങനെ ആ വചനത്തിൽ കൂടെ ശരീരത്തെക്കാൾ ഉടുപ്പിനേക്കാൾ വലിയ ശരീരമാണ്, ആഹാരത്തേക്കാൾ വലുത് ജീവനാണ്. ആ വചനമൊക്കെ കാണുമ്പോൾ ഞാൻ അത് വെച്ച് പ്രാർത്ഥിക്കുക. അതാണ് എനിക്ക് പിന്നെ വേണ്ടത്. ഈ വലുതായ സാധനമാണല്ലോ നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ അങ്ങനെ യഹോവ നീതിമാനെ പട്ടിണി കിടത്തത്തില്ലെന്നും 33-ാം സങ്കീർത്തനത്തിൽ ക്ഷാമത്തിൽ അവരെ ജീവനോടെ കാക്കുമെന്നും അവരെ മരണത്തിൽ നിന്ന് വിടുവിക്കാനാണ് ഈ ക്ഷാമം വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതെല്ലാം വെച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ നേരത്തെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ ഫലമായി എന്നെ അഭിഷേകത്താലും അത്യന്ത ശക്തിയാലും നിറച്ചു. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി ഇച്ചിരി നേരം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തന്നെ അത്യന്ത ശക്തി എൻ്റെ മേൽ വരും. ആ ശക്തി വന്നു കഴിയുമ്പോൾ എനിക്ക് വെളിപ്പാടുകൾ കിട്ടാൻ തുടങ്ങി. ഞാനപ്പോൾ നോക്കുമ്പോൾ ഈ വാളുമൊക്കെ പിടിച്ച, അരിവാളുമൊക്കെ പിടിച്ച ഒരു സ്ത്രീ എൻ്റെ ആരാധനയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ ഇതെന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ എല്ലാവരോടും ചോദിക്കുക, എന്താ ഇതെന്ന് ചോദിച്ചു. അന്നേരം പിന്നെ എനിക്ക് മനസ്സിലായി ഇത് കാളിയാണ്. അപ്പൊ കാളിയുടെ ശക്തികൾ അത് എൻ്റെ സാധനങ്ങളെ ഓട്ടോയിലെ കുഞ്ഞുങ്ങൾ കൊണ്ടുപോകുന്ന ഓട്ടോയ്ക്ക് അപകടങ്ങൾ നടക്കും. ഇപ്പൊ ഈ അപകടം നടക്കുന്ന എന്താന്ന് ചോദിച്ചാൽ തലേദിവസം ദൈവം എന്നെ കാണിച്ചു തരും. ഈ ശക്തി അവിടെ വന്നിരിക്കുന്നതും ബ്രേക്ക് പൊട്ടിപ്പോകുന്നതും ഒക്കെ എന്നെ കാണിച്ചു തരും. അപ്പൊ അതിനു വേണ്ടി ഞാൻ അവിടെ പോയിരുന്ന് ആത്മാവിൽ ആരാധിക്കുക ചെയ്യുന്നത്. വീടിനകത്തും ആത്മാവിൽ ആരാധിക്കുക ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് ആ ആത്മാവ് എന്നെ ഇങ്ങനെ അങ്ങ് നയിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഈ പിള്ളേരൊന്ന് പോയ ഉടനെ തന്നെ ഞാൻ ബൈബിളും എടുത്ത് അവിടെ ഇരിക്കുക.
4 മണിക്ക് കുഞ്ഞുങ്ങൾ വരുന്ന സമയത്താണ് പിന്നെ എഴുന്നേൽക്കുന്നത്. അത്രയും നേരം വചനങ്ങൾ ഇങ്ങനെ പഠിക്കുക. ദൈവാത്മാവ് തന്നെ എന്നെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. പത്രോസിന്റെ ലേഖനങ്ങളും എങ്ങനെയാണ് ജനിച്ച് വീണ്ടും ജനനം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നും, അതുപോലെ എഫെസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, പിന്നെ യെശയ്യാവിന്റെ പുസ്തകമൊക്കെ പ്രവചനം, അങ്ങനെ ദൈവാത്മാവ് പറഞ്ഞു തരുന്നിടം മാത്രം ഞാൻ വായിക്കാനും എഴുതാനും അത് വെച്ച് പ്രാർത്ഥിക്കാനും തുടങ്ങി. പിന്നെ സങ്കീർത്തനങ്ങളിന് വിട്ടു. പിന്നെ ലേഖനങ്ങളിലേക്കും പ്രവചനങ്ങളിലേക്കും ഒക്കെ ദൈവം എന്നെ കൊണ്ടുപോയി. അങ്ങനെ അതിൽ കൂടെ ഒക്കെ നടത്തി. അപ്പൊ ഞാൻ എൻ്റെ അമ്മ മർത്തോമക്കാരിയായിരുന്നു. അപ്പൊ ഞാൻ അവിടെയൊക്കെ പഠിക്കുമ്പം ഇങ്ങനെ ഓരോരുത്തർ ഓരോ കാര്യം പറയുമ്പോൾ ഞാൻ പറയും, അമ്മച്ചി എപ്പോഴും അങ്ങനെ പറയുമായിരുന്നു, ക്രിസ്ത്യാനികൾക്കൊന്നും ഈ മന്ത്രവാദം, ക്ഷുദ്രപ്രവാദമൊന്നും ഏക്കത്തില്ല, ആ വിചാരം അതൊന്നും ഇല്ല, കൈവിഷമൊന്നും നമുക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് ഇങ്ങനെയൊന്നും സാധനമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ കുറെ ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ആത്മാവിന്റെ നിറവ് വന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ദൈവം എൻ്റെ നാവിൽ കൂടെ തന്നെ ഇങ്ങനെ ഭാഷകൾ ചൊല്ലി ചൊല്ലി മന്ത്രവാദ ശക്തികളെ അഴിക്കാൻ തുടങ്ങി, കെട്ടുകൾ അഴിയാൻ തുടങ്ങി, ആഭിചാരങ്ങള്, ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങള്, വീട്ടിലെ കാര്യങ്ങള്, ഇതെല്ലാം ഇങ്ങനെ അഴിയാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ അഴിയാൻ തുടങ്ങിയപ്പോ ഇതെന്താന്ന് ഞാൻ ചോദിക്കും. അപ്പൊ പലരോട് ചോദിച്ചപ്പോ പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യരുത്, അന്യദേവന്റെ നാമം ഒന്നും വായിലെടുക്കരുത്. പക്ഷെ ആത്മാവ് എന്നെ ഇങ്ങനെ നിർബന്ധിക്കുക. അപ്പൊ എന്റെ വിഷയങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ആത്മാവ് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയും പിന്നെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വലിയ വളകൊഴുപ്പൻ പാമ്പ് 5 പ്രാവശ്യമാണ് ഞാൻ അടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് ചെന്ന് കൈ തൊടുകയോ ഞങ്ങൾ നിൽക്കുകയോ ചെയ്യേണ്ട സ്ഥാനത്ത് പാമ്പ്, തേളുകൾ, ഇതെല്ലാം ദൈവം എന്നെ പഠിപ്പിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരത്തിൽ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുന്നു. അങ്ങനെ ആ വീട്ടിലുള്ള പാമ്പും തേളും, അങ്ങനെ അന്യായ ബന്ധനങ്ങള്, കൈവിഷങ്ങള്, ഛർദ്ദിച്ചു പോകുന്നു, ഇതെല്ലാം, അതുപോലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കാതിരിക്കാനുള്ള ബന്ധനങ്ങൾ, ഇതൊക്കെ ആ ദിവസങ്ങളിൽ എന്നെ പഠിപ്പിച്ചു. അങ്ങനെ 3.5 വർഷം കർത്താവിന്റെ ദാസൻ അവിടെ പഠിക്കുകയും എൻ്റെ ദൈവം എന്നെ ഇവിടെ വചനവും പഠിപ്പിച്ചു, ആത്മാവിന്റെ നിറവിലേക്ക് കയറ്റി ആത്മീയ കാര്യങ്ങളെ ദൈവം എന്നെ പഠിപ്പിക്കാനും അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 3.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന കുറുപ്പന്തറ എന്നൊരു സ്ഥലത്ത്, ആ പോകുന്ന ആദ്യം ഡേറ്റ് തന്ന ദിവസം, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ദിവസം എൻ്റെ ചെസ്റ്റിലെ ഈ മുഴ പ്രത്യക്ഷപ്പെട്ടു. അത് വലിയതായി. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസയില്ല കൊണ്ട് കാണിക്കാൻ. ഞാൻ സഭയിൽ ചെന്ന് പറഞ്ഞു. അത് പിന്നെ ഇവിടെ കർത്താവിന്റെ ഒരു ദാസി ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്, അവരുടെ അടുക്ക ചെന്ന് 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചു. അപ്പൊ ഇത് ആദ്യമായിട്ടല്ല എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിനു മുമ്പേ ഞങ്ങള് സഭകളിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ യൂട്രസിൽ മുഴ വന്നു. അത് ഒത്തിരി ബ്ലീഡിങ് ആയിട്ട് വന്നിട്ട് അത് വളർന്നു. അന്ന് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ വളർന്നിട്ട് അത് ഓവറിയിലും യൂട്രസിലും എൻ്റെ ഇൻറ്റസ്റ്റൈനെ വരെ പിടിച്ചു. ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാത്ത രീതി വന്നു. അപ്പൊ ആദ്യമൊക്കെ എന്ത് വിഷയവും ഈ അനോയിന്റിങ്ങില് വിട്ടുമാറുമായിരുന്നു. പിന്നെ ഇത് എൻ്റെ ശരീരത്തെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ. അതുപോലെ എൻ്റെ വെളിപ്പാടുകളൊക്കെ അതോടുകൂടി നഷ്ടപ്പെട്ടു. അങ്ങനെ ഓപ്പറേഷനൊക്കെ കുഞ്ഞുങ്ങളെ നേരത്തേന് പഠിച്ചു കഴിഞ്ഞു, പക്ഷെ അവരുടെ നിലയിലായിട്ടില്ല. അന്ന് ഞാൻ വളരെ സങ്കടപ്പെട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല, ഞാൻ എന്നെ ചെയ്യും ഇവരെ കുറിച്ച്. അന്നൊക്കെ രക്ഷപ്പെടുമെന്നൊരു ഇതില്ലാത്ത പോലെ അത്ര ഓപ്പറേഷന്റെ സീരിയസ് കാഠിന്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞു. ദൈവം എന്നെ അതിനകത്തുനിന്ന് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി, വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ കൂടെ ഒക്കെ വിടുവിക്കാനിടയായി. അത് കഴിഞ്ഞ് പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഞങ്ങള് ആദ്യമായിട്ട് വേലയ്ക്ക് പോകുമ്പോൾ ഈ ഇത് വന്ന് അത് ഞങ്ങൾ 7 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ച് കഴിഞ്ഞപ്പോൾ അന്ന് ശക്തമായ ആത്മീയാരാധന ഉണ്ടായിരുന്നു സഭയ്ക്കകത്ത്. ആ ആത്മീയാരാധനയിൽ അത് എന്ത് ചെയ്തു, ചിതറി മാറിപ്പോയി, ഒന്നുമില്ലാതെ പോയി. അപ്പൊ ഞാൻ പക്ഷേ എൻ്റെ ഈ മെഡിക്കൽ സിസ്റ്റം അനുസരിച്ച് ഞാൻ വിചാരിച്ചത് ഇതിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്, ആ ഫ്ലൂയിഡ് എങ്ങനെ പോകും, അതെന്റെ ഒരു സംശയമായിട്ട് അവിടെ കിടന്നു. പക്ഷെ അത് 4 ലോബ് പോലെ ഇങ്ങനെ വന്ന് വലുതായി നീര് വെച്ചതാണ്. അപ്പൊ ഇതെല്ലാം ആ നീരും ആ 4 ലോബ് പോലെ വന്നത് എല്ലാം പോയി. പക്ഷെ ഞാൻ എൻ്റെ അവിശ്വാസം കൊണ്ടുണ്ടായ ആ ഫ്ലൂയിഡ് പോയില്ല. അതാണ് അവിശ്വാസത്തിന്റെ ഫലം എനിക്ക് കിട്ടി. അതെനിക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നെ ഞാൻ വാഗ്ദാനത്തെ ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മീറ്റിങ്ങുകൾ വെക്കുക വെളിയിൽ. അന്ന് ജോൺ ഡാരി എന്നൊരു ദൈവദാസൻ ഇങ്ങനെ മീറ്റിങ്ങുകൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഒരാളുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു മുഴ അപ്രത്യക്ഷമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് എൻ്റെ അകത്ത് തോന്നി എൻ്റെ ആയിരിക്കും. ഞാൻ റൂമിൽ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് പോയിരിക്കുകയാണ്. അങ്ങനെ പല പ്രാവശ്യം അത് പോയതാ. അതുകൊണ്ട് ഇത് ഇങ്ങനെ പല പ്രാവശ്യം എനിക്ക് വന്ന അറ്റാക്ക് പോലെ വന്ന് കീറി പോകുന്നുണ്ട്. പിന്നെ അയർക്കുന്നത്ത് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെടലി വെട്ടിയതുപോലെ വന്നിട്ട് എനിക്ക് നടക്കാൻ വയ്യാത്ത പോലത്തെ അവസ്ഥ വന്നു. അന്നും
ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ തടവറയിൽ നിന്ന് എനിക്കെങ്ങും പോകാൻ വയ്യ, ബൈബിള് വായിക്കാൻ ഒന്നും വയ്യ, ഈ തടവറയിൽ നിന്ന് എങ്ങനെ വിടുവിക്കും? പക്ഷെ ആ കർത്താവ് എനിക്ക് മറുപടി തന്നു, നിന്നെ തടവറയിൽ നിന്ന് വിടുവിക്കാം, പക്ഷെ ആത്മാക്കൾ തടവറയിൽ പോയാൽ എന്ത് ചെയ്യും? അന്ന് എനിക്ക് പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ആത്മാക്കൾ തടവറ, പക്ഷെ എങ്ങനെയാണ് ആത്മാവ് തടവറയിൽ പോകുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഞാൻ എനിക്കറിയാവുന്ന ട്രാക്റ്റ് കൊണ്ടു കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ട്രാക്റ്റ് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ ദേശത്ത് എല്ലാവർക്കും ട്രാക്റ്റൊക്കെ കൊണ്ടു കൊടുത്തു. പക്ഷെ ദൈവം എന്നെ അതിനകത്തുനിന്ന് സൗഖ്യമാക്കി. അങ്ങനെ ഞങ്ങള് സഭകളിൽ ഇത് ഇവിടെ ഞാൻ വാഗ്ദാനത്തിരിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു ദിവസം ഇങ്ങനെ എന്നെ കാണിച്ചു, ഇവിടെ ഇതിന്റെ മേളുവശം അന്ന് പണിതിട്ടില്ല. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, ഇഷ്ടിക പൊക്കി ഇതിന്റെ മേളിൽ പണിയുന്നു, ഇത് മഹനി എന്ന് പേരിട്ട് ഇതൊരു പ്രെയർ ഇതായി തീരുമെന്ന്, കണ്ടിന്യൂസ് പ്രെയർ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ ഗാർഡൻ ഓഫ് മഹനി എന്ന് പേരിട്ട് ഇവിടുത്തെ പ്രാർത്ഥന നിർത്താതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറെ ഇപ്പം ഞാൻ ചോദിച്ചു, കർത്താവെ ഇതെന്താണ്? പണ്ടൊക്കെ അനോയിന്റിങ്ങില് മരണശക്തികൾ വന്നിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ 2-3 പ്രാവശ്യം മരിച്ചു വീണതുപോലെ വീണത്. അവിടുന്നൊക്കെ ഈ മരണശക്തിയെ ശാസിച്ചു, അതിനകത്തുനിന്ന് ജയമെടുത്തു. കുഞ്ഞുങ്ങൾക്ക് ആക്സിഡന്റ് എത്ര പ്രാവശ്യം ആ ഓട്ടോയ്ക്കും ഒക്കെ ഉണ്ടായത്, അവിടുന്നൊക്കെയും ദൈവം വിളിച്ചു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടക്കാത്ത അവസ്ഥകളുണ്ട്, ഫീസ് കൊടുക്കാതെ ഒക്കെ ഒത്തിരി അലഞ്ഞു നടന്നിട്ടുണ്ട്, അവിടുന്നൊക്കെയും ദൈവം വിളിച്ചു. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതിനെ ദാനമായി തരുന്ന വചനത്താൽ അതെല്ലാം കർത്താവ് നടത്തി തന്നു. പക്ഷെ ഇപ്പൊ ഇതെല്ലാം എന്റെ ശരീരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്താണെന്ന് ഞാൻ ചോദിച്ചു. അന്നാണ് നേരത്തെ എന്നോട് വചനം വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കൊലോസ്യ ലേഖനം 2 പറഞ്ഞിട്ടുണ്ട്, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണ്ണയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ച, കർത്താവ് എന്താണ് ഈ ക്രിസ്തുവിന്റെ മർമ്മവും പരിജ്ഞാനം എന്തുവാ? അത് എവിടുന്ന് കിട്ടും? അപ്പൊ ഞാൻ ബൈബിൾ എങ്ങും നോക്കിയിട്ട് അവിടെ ഒന്നും കിട്ടുന്നില്ല. ആ സമയത്ത് ദൈവത്തിന്റെ കൃപയാല് ഞങ്ങൾക്ക് ഈ എസക്കിയ ഫ്രാൻസിസ് എന്ന ആളിന്റെ തേനിയിലെ മീറ്റിങ്ങുകളുണ്ട്. അങ്ങനെ 12 ദിവസത്തെ മീറ്റിംഗ്, 5 ദിവസത്തെ മീറ്റിംഗ് കേരളത്തിൽ വെച്ച് അങ്ങനെ പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യും. അവിടുന്ന് ആ പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അതിനകത്ത് ക്രിസ്തുവിന്റെ മർമ്മത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതെല്ലാം പഠിക്കാൻ തുടങ്ങി. അതുപോലെ എനിക്ക് ഈ ഓപ്പറേഷന്റെ സമയത്ത് എനിക്കറിയാതെ തന്നെ ദൈവാത്മാവ് തന്നെ എന്നെ കൊണ്ടുപോയി ജോയ്സ് മേയറിന്റെ, ഡെറിക് പ്രിൻസിന്റെ, കാതറിൻ കുൾമാൻ ഇങ്ങനെയുള്ളവരുടെ പുസ്തകങ്ങളെ വായിച്ചു. അപ്പം ഇവിടെ എന്നെക്കാട്ടി കൂടുതൽ അനുഭവമുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു, വഴി തന്നു. എന്നിട്ട് ദൈവം പിന്നെ ഗലാത്യ ലേഖനം 4 പറഞ്ഞിട്ടില്ല, അവകാശി സർവ്വത്തിന് യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം ഒട്ടും വിശേഷതയുള്ളവനല്ല എന്ന് പറഞ്ഞു. അവൻ ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ള. അപ്പൊ പലപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ദാസ്യത്തിന്റെ ആത്മാവ്. കാരണം സാഹചര്യം വരുമ്പോൾ ഞാൻ എപ്പോഴും ഭയപ്പെടും. അനോയിന്റിങ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, ഇതെല്ലാം ഉണ്ട്, പക്ഷെ സാഹചര്യം വരുമ്പോൾ ഞാൻ ഭയപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അത് ദാസ്യത്തിന്റെ ആത്മാവാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അന്ന് ദൈവം പറഞ്ഞു ഇത് ദാസ്യത്തിന്റെ ആത്മാവ്. പിന്നെ അപ്പൊ അവിടെ പിതാവ് നിശ്ചയിക്കുന്ന അവധിയോളം ഗുരുക്കന്മാർക്കും കീഴ്പ്പെട്ടിരിക്കണമെന്ന് പറഞ്ഞു. രക്ഷകന്മാർക്കും ഗുരുക്കന്മാർക്കും കീഴ്പ്പെട്ടിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ പഠിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ ഗുരുക്കളെ തരണം. അങ്ങനെ പല അറിവുള്ള പുസ്തകങ്ങൾ. ആത്മീയ വളർച്ച എങ്ങനെ ഉണ്ടാകണം, അപ്പം സോളിന് വളർച്ച വേണം. പുത്രത്വത്തിന്റെ വളർച്ചയിലേക്ക് ഞാൻ വന്നിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ അറ്റാക്ക് എനിക്ക് പിന്നെയും എന്നെ ഉണ്ടാകുന്നെന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ ഞാൻ പിന്നെയുള്ള സമയങ്ങളൊക്കെ അതിനുവേണ്ടി സമയം ചെലവഴിച്ചു. പുസ്തകങ്ങളിലും അല്ലാതെയൊക്കെ കൂടെ ഞാൻ എൻ്റെ സോളിന് എങ്ങനെയാണ് പുത്രത്വത്തിലേക്ക് വളരുന്നത്, ആ ശിശുത്വം വിട്ടുമാറണം. ആ ശിശുത്വന്റെ ആത്മാവിലിരുന്ന എനിക്ക് ആത്മീയമായി ആത്മീയ പ്രാർത്ഥനയിലോ ആരാധനയിലോ ജയിച്ചു മുന്നേറാൻ കഴിയത്തില്ല. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞു, വാഴ്ചകളോട് അധികാരങ്ങൾ. പക്ഷെ ആ വാഴ്ചകളെ അധികാരങ്ങളെ ജയിക്കാൻ ഇന്ന് കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തു. അപ്പൊ അങ്ങനെ ആ വളർച്ചയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറയുന്നുണ്ട്, ഇവിടെ പ്രയറും എല്ലാം നടക്കുന്നുണ്ട്. അന്നേരം പറയുന്നുണ്ട്, ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി വിശുദ്ധീകരിക്കണം. പത്രോസിന്റെ ലേഖനം 3 കൂടെ. അതെങ്ങനെയാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇരിക്കുമ്പോൾ, കാരണം പ്രശ്നം വരുമ്പോഴെല്ലാം കർത്താവ് ഹൃദയത്തിൽ നിന്ന് മാറിയിട്ട് പ്രശ്നമായി എൻ്റെ ഹൃദയത്തിലിരിക്കുന്നത്. എനിക്ക് വലിയ പ്രശ്നമായി ഹൃദയത്തിൽ ഭയങ്കര ഭാരങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ എനിക്കറിയത്തില്ല അതെങ്ങനെ മാറ്റണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയാ 2021 ഫെബ്രുവരി മാസത്തിൽ പിന്നെ എൻ്റെ ചെസ്റ്റിന് ഈ മുഴ പോലെ കണ്ടു. പക്ഷെ അത് ഇതുപോലെ മാറിപ്പോകുന്ന വെച്ച് ഞങ്ങൾ വിചാരിച്ചു, പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഇത് മാറിപ്പോയില്ല. ഒക്ടോബറിലാണ് കൊണ്ട് കാണിക്കുന്നത്. ഒക്ടോബറിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേന് അത് ലിംഫിനോഡലായി, വളരെ വലുതായി, 3rd സ്റ്റേജ് ക്യാൻസർ ആണെന്ന് അവര് പറഞ്ഞു.
അപ്പൊ എനിക്ക് പക്ഷെ അന്നേരം എന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ എപ്പോഴും പറയും, ഞാൻ എൻ്റെ അകത്ത് യേശുണ്ട്, ഞാൻ യേശുവില്ല. യോഹന്നാന്റെ സുവിശേഷം വായിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവ് എൻ്റെ അകത്തുണ്ട്, ഞാനല്ലല്ലോ ജീവിക്കുന്നതെന്ന് പറയും. പക്ഷെ അത് 3rd സ്റ്റേജ് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യണമെന്നോ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, കോട്ടയത്ത്. അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്ത, പെട്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ഇപ്പം ടോട്ടൽ മാസ്റ്റക്ടമി ചെയ്യണം, ഉടനെ നാളെ തന്നെ വന്ന് അഡ്മിറ്റ് ആകണമെന്ന്. അപ്പൊ അവരെല്ലാരും പറഞ്ഞു ശരിയാ, അത് ചെയ്യുന്നതാണ് നല്ലതെന്ന്. പക്ഷെ അവിടെ നിന്ന് മോനെയും വിളിച്ചു. മോനെ നിര USA-ലാണ്, മോളെ വിളിച്ചു, മോള് ജർമ്മനിയിലാണ്. മോൻ ആ കേട്ട ആളെ തന്നെ അവിടെ അവൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് തിരിച്ച് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു. കാരണം പിറ്റേ ദിവസം അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് മോളോട് പറഞ്ഞു, നീ അവിടെ നിന്ന് പെട്ടെന്ന് തിരിക്കാൻ പറഞ്ഞു. അവളും വന്നു. അവള് പിറ്റേ ദിവസം ഇങ്ങോട്ട് വരികയും കർത്താവിന്റെ ദാസന് വേറൊരു പാസ്റ്ററേയും കൂട്ടിക്കൊണ്ട് അവളെ കൊണ്ട് രാത്രി എയർപോർട്ടിലോട്ട് പോയി. തിരിച്ചു വന്ന വണ്ടി ഒരു സൈഡ് കംപ്ലീറ്റ് പോയി, ഇവരുടെ ആക്സിഡന്റ് ആയിട്ട്. രാത്രി ഭിത്തിയേലിടിച്ച് മരത്തേലിടിച്ച് ഒരു സൈഡ് പോയി. ദൈവത്തിന്റെ കൃപയാല് പാസ്റ്റർക്കോ മോക്കോ മറ്റേ പാസ്റ്റർക്കോ ഒന്നും ഒരു അനർത്ഥം, ഒരു പോറൽ പോലെ ഏൽക്കാതെ വണ്ടി പോയി. വണ്ടി അവിടെ കടന്നു. അങ്ങനെ ദൈവം പിടിച്ചു. അല്ലെ അന്ന് ഞങ്ങളുടെ കുടുംബം മുഴുവനും തകരേണ്ട അവസ്ഥയാണ്. അങ്ങനെ ശത്രു ഉണ്ടാക്കി വെച്ചിട്ടും അതിനകത്തുനിന്ന് വിടിവിച്ച ദൈവമാണ് എൻ്റെ ദൈവം. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം പോയി അഡ്മിറ്റ് ആകാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ മോൻ ജസ്റ്റ് ഒന്ന് വിളിച്ച, കാരിത്താസ് എന്തായാലും പോകണമല്ലോ എന്ന് പറഞ്ഞ് ആ ഡോക്ടറെ കിട്ടുമോ. ആ ഡോക്ടറെ കിട്ടി, അഡ്മിഷൻ എടുത്തു. അവിടെ ചെന്നു. ഡോക്ടർ ചോദിച്ചു ടോട്ടൽ മാസ്റ്റക്ടമി ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, അങ്ങനെ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്തോ ദൈവം എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചു. അന്നേരം പറഞ്ഞു എന്നാ CT സ്കാൻ എടുത്തിട്ട് മാമോഗ്രാം എടുത്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ BCM അത് ചെയ്തു. പക്ഷെ ഇത് ഒത്തിരി ഡേഞ്ചറസാ ഇത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സർജറിക്ക് പോസ്റ്റ് ചെയ്തു. സർജറി കഴിഞ്ഞു. കുഞ്ഞുങ്ങൾ 2 പേരും അടുത്തുണ്ട്. അപ്പൊ തന്നെ എനിക്ക് വലിയ ആശ്വാസമായി. അപ്പൊ ഈ ക്യാൻസറിന്റെ ഇതെന്ന് പറഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഭയം ഉണ്ടാകുക ചെയ്യും. ഭയം വന്നു കഴിഞ്ഞാൽ, കാരണം ഇതെന്ന് കേൾക്കുമ്പോൾ തന്നെ മരണഭയം, അതാണ് ആദ്യം മനുഷ്യന്റെ മനസ്സിലോട്ട് വരുന്നത്. എന്നാൽ ദൈവം എന്നെ അത്രയും എന്ത് ചെയ്തില്ല, വിട്ടില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഭയം വന്നില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞു. ആ സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു. കുഞ്ഞുങ്ങൾ 2 പേരും അടുത്തുണ്ട്. പിന്നെ കീമോതെറപ്പി തുടങ്ങി. ആ കീമോതെറപ്പിയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് നടക്കത്തില്ല. കാരണം എനിക്ക് അത്രയുള്ള ആരോഗ്യമില്ല. കാരണം ഇത്രയും പ്രതികൂലങ്ങൾ കൂടെ എല്ലാം ഞാൻ കടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ ഈ സ്പോണ്ടിലോസിസ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്, കാലിന് അസ്വസ്ഥത എല്ലാം ഉണ്ട്, ശരീരത്തിലുള്ള ബലഹീനത എല്ലാം ഒന്നുണ്ട്. എങ്ങനെ നടക്കുമെന്നൊക്കെ ഓർത്തു. പിന്നെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു. പിന്നെ അത് തന്നെയല്ല 10 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ മോനോട് പറഞ്ഞു എങ്ങനെ ചെയ്യും. അന്നേരം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ മോൻ പറഞ്ഞു എന്തായാലും നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി. 1 മാസം കഴിഞ്ഞ് അവനങ്ങ് പോയി. അന്നേരത്തിന് 3ാമത്തെ കീമോതെറപ്പി ആയപ്പോഴത്തേനും, 2ാമത്തെ കീമോതെറപ്പി എൻ്റെ മുടി മുഴുവൻ പോയി, എൻ്റെ ദേഹമെല്ലാം കറക്കാൻ തുടങ്ങി, ശരീരമെല്ലാം കറുത്തു. 3ാമത്തെ കീമോതെറപ്പി ആയപ്പോൾ എൻ്റെ ബ്ലഡ് കൗണ്ട് കുറഞ്ഞു, തീരെ ലോ ആയി. എൻ്റെ നാവ് തൊട്ട് വയറിന്റെ അകം, ഈസോഫാഗസ് ഇവിടെ എല്ലാം ഈ അകത്തെ ടിഷ്യൂ എന്ത് ചെയ്യും, കരിയുന്ന പോലെ വരും. അങ്ങനെ വായ തൊട്ട് വാ പൊട്ടി വായിക്കൂടെ ഒന്നും അങ്ങോട്ട് ഇറക്കാൻ വയ്യാത്ത പോലെ വരും. ആണ്. അതുപോലെ ഈ കീമോതെറപ്പി എടുക്കുന്ന 3, 4, 5 ആ ഒരു 5-6 ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബേണിംഗ് ചേംബറിനകത്ത് കയറ്റി ഇടുന്നത് പോലെ. അതെന്തോ വേദനയാണെന്ന് നമുക്കറിയത്തില്ല. അവർ ഇഞ്ചക്ഷനൊക്കെ തരുന്നുണ്ടെങ്കിലും സഡേഷനും ഒക്കെ തരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ആ ഒരു ആഴ്ച എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യത്തില്ല, എപ്പോഴും വൊമിറ്റിംഗ് സെൻസേഷനാണ്. ഇനി അവർ സഡേഷൻ തന്നു, നമ്മൾ മയക്കവും ഉറക്കവും ഒക്കെ ആയിട്ടായിരിക്കുന്നെങ്കിലും വേദന നല്ലപോലെ നമുക്ക് ആദ്യത്തെ ആഴ്ചയിലൊക്കെ അറിയാം. പിന്നെ 2ാമത്തെ ആഴ്ച ക്ഷീണം, പിന്നെ 3ാമത്തെ ആഴ്ച വീണ്ടും എടുക്കണം. അങ്ങനെയാ വായിക്കൊണ്ടിരുന്നത്. പക്ഷേ 3ാമത്തെ കീമോതെറപ്പി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തീരെ വയ്യാതായി. എൻ്റെ ബ്ലഡ് കൗണ്ട് എല്ലാം കുറഞ്ഞു. ഒരു ദിവസം ഞാൻ തീരെ എൻ്റെ ഇലക്ട്രോലൈറ്റ്സും കൂടെ കുറഞ്ഞെന്ന് തോന്നി. അന്ന് മോൻ അന്നേരം എന്നെ വിളിച്ച് ചോദിച്ചു. പക്ഷെ ആ സമയത്ത് എനിക്ക് തീരെ വയ്യാതെ എടുക്കാം. എന്നാൽ ഡോക്ടറിനെ ഒട്ട് വിളിക്കുന്നില്ല. ഇത് ചില വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇത് ചെയ്തിരിക്കുവാണെങ്കിലും ചിലതിനൊക്കെ തടസ്സമുണ്ട്. ഇരുട്ട് വന്ന് നമ്മളെ മൂടിക്കളയും, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ മൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്നേരം എന്നാ ആ ഡോക്ടറെ ഒന്ന് വിളിക്കാൻ എന്ത് ചെയ്യുന്നില്ല, തോന്നിക്കുന്നില്ല. പക്ഷേ ദൈവം ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി 2 ദൈവദാസന്മാര് ദൂരെ, എൻ്റെ നാട്ടിലുള്ളവര്, അവരിവരെ പറഞ്ഞിട്ട് അവരിവിടെ വരെയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അവരെനിക്ക് വേണ്ടി അന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഡോക്ടറെ വിളിച്ചപ്പോൾ പറയും പെട്ടെന്ന് കൊണ്ടുവരണം, എന്താ കൊണ്ടുവരാനെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ അവിടെ ചെന്നു, അതിനുള്ള ഇഞ്ചക്ഷനും എടുത്തു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ആയി. 3 ദിവസം അവിടെ കിടന്നു.
എന്നിട്ട് പോരാൻ നേരം ഡോക്ടർ വെറുതെ ഒന്നുകൂടെ എന്നാ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തേക്കാമെന്ന് പറഞ്ഞ്, പോവല്ലേ എന്നാ ഒന്നുകൂടി ചെയ്തേക്കാമെന്ന് പറഞ്ഞ് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ ഏറ്റവും കുറഞ്ഞു. ഞാൻ പിന്നെ പെട്ടെന്ന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാം തരേണ്ടി വന്നു. അത് ഓരോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇത് പോകുന്നത്. അങ്ങനെ ഈ ഡിസംബർ 31 ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, എനിക്ക് AC റൂമുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ സഹായത്തിനുണ്ട്, നന്മയൊക്കെ ദൈവം. എൻ്റെ കൂട്ടുകാരൊക്കെ ഡാളസിലുണ്ടെന്ന് പറഞ്ഞ് അവിടെ വിളിച്ചു പറഞ്ഞൊരു ഡാളസ് പ്രയർ ലൈൻ ഉണ്ട്, അതിനകത്ത് അവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രയർ ഗ്രൂപ്പിലുള്ളവരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്, അങ്ങനെ പ്രാർത്ഥനയുടെ സപ്പോർട്ടുണ്ട്, എല്ലാം എനിക്കുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എനിക്ക് ഭക്ഷണം ഉണ്ട്, കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് നല്ല ബെഡും റൂമും ഉണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് വസ്ത്രം കൊടുക്കാൻ പറ്റത്തില്ല, കാരണം എല്ലാം വേണമായിട്ടിരിക്കുക. അപ്പൊ എന്നെ കൊണ്ട് ഒരു കാര്യം കഴിയത്തില്ല. അന്ന് ഡിസംബർ 31 ഞാൻ ഓർക്കുക, എൻ്റെ കൂടെ എന്നെ ശുശ്രൂഷിക്കാൻ വന്ന് കിടക്കുന്ന ആള് നല്ലതായിട്ട് ഭക്ഷണം കഴിച്ച് അവര് കിടന്ന് സന്തോഷത്തോടെ ഉറങ്ങുന്നു. അവരെ ഒന്ന് വിളിക്കാൻ പോലും എനിക്ക് എഴുന്നേക്കാനുള്ള ശക്തിയില്ല. അന്ന് കർത്താവ് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുന്നു, എന്നെ കൊണ്ട് നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ല. നമ്മൾ എന്തെല്ലാം നേടിയാലും എന്തെല്ലാം എടുത്താലും നമ്മളെ കൊണ്ട് ഒന്നും കഴിയത്തില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ കർത്താവിനോട്, കർത്താവേ ഒന്നുമില്ല, നീ മാത്രമേ ഉള്ളൂ, നിനക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അന്നേരം എനിക്ക് മനസ്സിലായത്, ക്രിസ്തുവിന് എന്നോട് ഒരു വചനം ഇടപെട്ടു, നമ്മുടെ പരിച്ഛേദന കൊണ്ട് ശരിയാകത്തില്ല. കൊലോസ്യലേഖനം 2:12 പറഞ്ഞു, അങ്ങനെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞാൽ കൈകൊണ്ടല്ലാത്ത ഒരു പരിച്ഛേദന ഏൽക്കേണ്ടി വരുമെന്ന് ഇടപെട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ ഈ വിൽ പവറും എൻ്റെ ഈ സ്വഭാവവും, എനിക്ക് സമർപ്പണം എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ് സമർപ്പിക്കാത്ത ഒരു വിൽ പവർ എനിക്കുണ്ട്. അപ്പൊ ഞാൻ കംപ്ലീറ്റ് സമർപ്പണം ആകുന്നില്ല. അപ്പൊ അതെല്ലാം അന്ന് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇതാണ് ക്രിസ്തുവിന്റെ പരിച്ഛേദന എന്ന് പറയുന്നത്. ജഡശരീരം കംപ്ലീറ്റ് ഉരിഞ്ഞു മാറി. ഒന്നും എനിക്കില്ല എന്ന് എന്റേതെന്ന് പറയാനോ എനിക്ക് ചെയ്യാമെന്ന് പറയാനോ എനിക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാനോ ജീവിക്കാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഞാൻ മാറിയപ്പോൾ എന്നിലുള്ളത് കർത്താവ് മാത്രമായി. ഞാനപ്പോ ആ ഇടയ്ക്കൊക്കെ പറയുന്നുണ്ട്, ഞാനല്ല ജീവിക്കുന്നത്, ഞാൻ യേശുവിലും യേശു പിതാവിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നിലുണ്ട് എന്നിങ്ങനെ പറയാറുണ്ട്. അതുപോലെ ഈ മരണശക്തികളൊക്കെ വരുമ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, വെളിപ്പാട് പുസ്തകത്തിന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് കയ്യിലെടുത്ത് നിന്റെ അകത്തുണ്ടെന്ന് പറയണം. അപ്പൊ അത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോല് കയ്യിലുള്ളവന് എന്റെ അകത്തുണ്ട്, അവനാ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ ദിവസം, ആ ഡിസംബർ 31 ഞങ്ങളെ അന്ന് CMC ധ്യാനം ചോദിച്ച എൻ്റെ കൂട്ടുകാരികൾ പഠിപ്പിച്ച എല്ലാ 31 ഇരുന്ന് പ്രാർത്ഥിക്കണം, അടുത്ത വർഷത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഓർത്ത്, ഈ 31 ഞാൻ ഈ അവസ്ഥയെ കിടക്കുക, എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒന്നും കൂട്ടുകാർ ഇവിടെ ഇല്ലെങ്കിലും ദൈവം അവരെ എല്ലാം വെളിയിൽ ഒരുക്കി. കർത്താവ് അങ്ങനെ എന്നെ ആ ഒരു കാര്യം പഠിപ്പിച്ചു. ഈ പരിച്ഛേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കാണിക്കുന്ന പുറമേയുള്ള പരിച്ഛേദനയല്ല, മുഴുവനും ഉരിഞ്ഞു കളയേണ്ടി വന്നു. അപ്പൊ ഞാനല്ല ഇനി ജീവിക്കുന്നത്, എന്നിൽ ജീവിക്കുന്ന ക്രിസ്തു അത്രേ എന്ന് പറയുവാൻ്റെ ഗുണം ദൈവടിയാക്കി. പിന്നെ അങ്ങനെ 8 കീമോതെറപ്പി അത് ആഴ്ചയിലാക്കി തന്നു ഡോക്ടർ. അങ്ങനെ 8 കീമോതെറപ്പി, അത് ശേഷം 21 റേഡിയേഷനും എടുത്തു. ആ 21 റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ബേണായിക്കൊണ്ടിരിക്കുക. എടുക്കുമ്പോൾ ഒന്നും അറിയത്തില്ല, പക്ഷെ കുളിക്കാൻ കഴിയത്തില്ല, വസ്ത്രം ഇടാൻ കഴിയത്തില്ല. അങ്ങനത്തെ ആ ദിവസങ്ങള് ജൂലൈ വരെ എൻ്റെ ദിവസങ്ങൾ അങ്ങനെ പോകും. അന്നേരമൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു. മോള് പോയിട്ട് ഒന്നുകൂടെ വന്നു. അതുപോലെ കുഞ്ഞുങ്ങളും ഹസ്ബൻഡും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരും പല സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ കൂട്ടായ്മ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ ഇന്നായിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിനകത്തുനിന്ന് ഞാൻ ജൂലൈ 21 ആയപ്പോൾ എൻ്റെ റേഡിയേഷൻ തീർന്നു. പിന്നെ ഒരു 45 ദിവസം കൂടെ ഈ റേഡിയേഷന്റെ എഫക്റ്റിന് വേണ്ടി ഇരുന്ന്, ഇതെല്ലാം നമുക്ക് അനുഭവിക്കേണ്ടത്. തലമുടിയില്ല, ശരീരത്തൊന്നുമില്ല, കംപ്ലീറ്റ് കറുപ്പ്, നഖം പൊഴിഞ്ഞു പോയി. ഇത് നഖങ്ങളെല്ലാം പൊഴിഞ്ഞു പോയിട്ട് കിളുത്തുക. ഈ എൻ്റെ സ്കിന്നൊക്കെ, ഈ സ്കിന്ന് ഫോണൊന്നും ഓൺ ആക്കത്തില്ലായിരുന്നു അന്ന്. ഫേസ് അല്ല, ഈ ടച്ച് സ്ക്രീനാ. അപ്പൊ അതൊന്നും ടച്ച് ചെയ്താൽ വരത്തില്ല. അതുപോലൊക്കെ എല്ലാം പൊഴിഞ്ഞു പോയി, നഖം എല്ലാം പൊഴിഞ്ഞു പോയി. ഇതെല്ലാം പൊഴിഞ്ഞു പോയ സ്ഥാനത്ത് യെശയ്യാ 51 ആകാശത്തെ സൃഷ്ടിച്ചു വിരിച്ച ഭൂമിക്ക് അടിസ്ഥാനമിട്ട നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നീ മറക്കുകയും പീഡകൻ നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്നത് ദിനം പ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നതിന്റെ എന്തെന്ന് ചോദിച്ചു. അപ്പൊ സൃഷ്ടാവായ ഒരു ദൈവം എൻ്റെ അകത്തുണ്ട്. അപ്പൊ സൃഷ്ടിക്കുന്ന ഒരു ആ സൃഷ്ടിച്ച് തന്നതാണ് എൻ്റെ തലമുടി, എൻ്റെ സ്കിന്ന്. ഈ സ്കിന്ന് വരെയും എല്ലാം പഴയ പോലെ തന്നെ ദൈവം അതുപോലെ സൃഷ്ടിച്ചു തന്നു. അപ്പൊ അതൊക്കെ ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, അതുപോലെ എൻ്റെ ഓപ്പറേഷൻ സൈറ്റ് എല്ലാം അതുപോലെ ദൈവം സൃഷ്ടിച്ചു തന്നു. എനിക്ക് 103 സങ്കീർത്തനം പറയുന്നത്, എൻ്റെ യൗവനം കഴുകനെ പോലെ പുതിക്ക് വരത്തക്കവണ്ണം എൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്ന ദൈവം.
എൻ്റെ കണ്ണിൽ കൂടെ ആ കീമോതെറപ്പി എടുക്കുമ്പോൾ 2 മാസം കംപ്ലീറ്റ് ഈ വെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നു. എനിക്ക് കണ്ണ് കാണാൻ കഴിയുമോ എന്ന് ഞാൻ ഓർത്തില്ല. പക്ഷെ ദൈവം അതെല്ലാം സൗഖ്യമാക്കുന്നത്. എഴുതാനും വായിക്കാനും ദൈവവചനം വായിക്കാനും എഴുതാനും ദൈവം എനിക്ക് കൃപ തന്നു. അവൻ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലൊക്കെ ദൈവം എനിക്ക് വിടുതൽ തന്നു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. അങ്ങനെ ഞങ്ങള് ആ വർഷം തന്നെ നവംബറിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ കൂട്ടുകാരൊക്കെ ഉള്ള ഡാളസ് പ്രയർലാൻഡ് അവിടെ പോയി അതിനകത്ത് സാക്ഷ്യം പറയുവാൻ പോണം. ദൈവടെയാക്കി അന്നേരത്തിന് മോൻ അവിടെ ഡാളസ് സെറ്റിലായി. അവനൊരു വീട് പണിതു, ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ ചെന്ന് കാണുവാൻ പോണം ദൈവം ഇടയാക്കി. പിന്നെ ആ ഡാളസ് പ്രയർ സാക്ഷ്യം പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ചെക്കപ്പിന് പോയി കഴിഞ്ഞപ്പോൾ അപ്പൊ എൻ്റെ വിചാരമെല്ലാം നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല ഹോസ്പിറ്റലുണ്ട്, പൈസയൊക്കെ ഉണ്ട്, കുഞ്ഞുങ്ങളൊക്കെ തരുന്നുണ്ടല്ലോ, ഒത്തിരി പേര് പ്രാർത്ഥിക്കാനുണ്ട്, അങ്ങനെയുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചെക്കപ്പിന് പോയപ്പോൾ ഒരു ചെറിയ 0.8 മില്ലിമീറ്റർ ഒരു സിസ്റ്റാണോ എന്താണോ അറിയത്തില്ല, ഒരു ചെറിയ ഒരു എന്തോ കണ്ടു. അത് ഈ ലാബുകാർ ഇങ്ങനെ പിന്നെയും അത് എടുത്ത് ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നു. ഡോക്ടർ ആദ്യം പറഞ്ഞു അതൊന്നും ചെയ്യാനില്ല, പോട്ടെ. പക്ഷെ ഈ ലാബുകാർ ഇങ്ങനെ റിസൾട്ട് തരുമ്പോൾ എനിക്കുള്ളിൽ ഒരു സംശയം. അങ്ങനെ ഞാൻ പിന്നെ ഡോക്ടറോട് പറഞ്ഞു എന്നാ പിന്നെ സംശയിക്കേണ്ട, എടുത്തു കളഞ്ഞു തന്നു. അത് സർജറിക്ക് പോസ്റ്റ് ചെയ്തു. ഒരു 15 മിനിറ്റത്തെ സർജറിയേ ഉള്ളൂ, പക്ഷെ ജനറൽ അനസ്തീഷ്യ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡേ സർജറി പോസ്റ്റ് ചെയ്തു. ജനറൽ അനസ്തീഷ്യയില് 15 മിനിറ്റ് കൊണ്ട് എൻ്റെ ആ പ്രൊസീജിയർ കഴിഞ്ഞു. എന്നെ റിക്കവറി റൂമിൽ വെച്ച് തന്നെ ഡിസ്ചാർജ് ചെയ്ത്. അപ്പൊ ഫീസ് എല്ലാം അടച്ച് ബില്ലിങ് കഴിയുമ്പോഴത്തേന് വൈകിട്ടായി. ഞാൻ വീട്ടിൽ വന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് പെയിൻ തുടങ്ങിയിട്ട് സഹിക്കാൻ വയ്യാത്ത വേദനയായിട്ട് ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അവരെടുക്കുകയില്ല, കാരണം OPD അടച്ചു, എല്ലാം അടച്ചെന്ന് പറയും. കാരിത്താസിലാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്, അവിടെ എല്ലാം അടച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാധാരണ കാഷ്വാലിറ്റി ചെല്ലണം. കാഷ്വാലിറ്റി ഒരു 8 മണിയായപ്പോൾ ചെന്നിട്ട് 8 മണി തൊട്ട് 11 മണി വന്നിട്ടും എനിക്ക് അവിടെ ഡോക്ടറിനെ കണ്ടുമുട്ടാൻ ഇടയായില്ല. 11 മണിയായി ഡോക്ടർ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇന്റേണൽ ബ്ലീഡിങ് നടക്കുക. എൻ്റെ ഒരു സൈഡ് മുഴുവൻ ബ്ലീഡിങ് ആയിട്ട് ഇത്രയും വലുതായി. എനിക്ക് ഒട്ടും നിൽക്കാനും ഇരിക്കാനും കിടക്കാനും വയ്യാത്ത അതിവേദനയാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഡോക്ടർ വന്നുകൊണ്ട് പറഞ്ഞ് പെട്ടെന്ന് സർജറി ചെയ്യണം, തിയേറ്ററിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ICUവിൽ അഡ്മിറ്റ് ആക്കി. അന്നേരം ഞാൻ ഈ വീട്ടിൽ വന്ന് ഒരു ശകലം കഞ്ഞി കുടിച്ചോണ്ട് അനസ്തീഷ്യ രണ്ടാമത് തരാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ദിവസം എനിക്ക് 2 ജനറൽ അനസ്തീഷ്യ. ഞാൻ കൊടുത്തു, ഇതൊക്കെ എങ്ങനെ നടക്കും? ഇതൊന്നും മാനുഷ്യമായിട്ട് നടക്കത്തില്ല. പക്ഷെ അന്നേരം ഞാൻ പറഞ്ഞു, ഞാനല്ല, എൻ്റെ അകത്ത് യേശുണ്ട്, ഞാൻ യേശുവിലായിരിക്കുന്നത്. യേശുണ്ട്, പിതാവുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ട്. അന്നേരം എന്ത് വന്നാലും സൈൻ ഇട്ട് തരണം എന്ന് പറഞ്ഞ് ഹസ്ബൻഡിനെ കൊണ്ട് സൈൻ ഇടിപ്പിച്ചു. അങ്ങനെ അകത്തോട്ട് വിടുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ തന്നെയല്ല പോകുന്നത്, ഞാൻ യേശുവിനകത്തായിരിക്കുന്നു. ഞാനും ഉണ്ട്, യേശുവുണ്ട്, പിതാവുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ പറഞ്ഞ് രാത്രി 2 മണിയായപ്പം അത് എല്ലാം ക്ലോട്ട് എല്ലാം റിമൂവ് ചെയ്തു. അന്നേരം ഒരു ബസൽ അത് ക്വാർട്ടറൈസ് ചെയ്യാതെ വിട്ടുപോയി. അപ്പം വലിയ ഡോക്ടേഴ്സും അബദ്ധം ഉണ്ടാകാം. അങ്ങനെയാണ് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഡോക്ടേഴ്സിലും ഇനി മനുഷ്യരിലും മരുന്നിലും ഒന്നും അല്ല ആശ്രയിക്കേണ്ടേ, സഹായിപ്പാൻ കഴിവുള്ള ഒരുവൻ മാത്രമേ ഉള്ളൂ. അന്നോട്ട് ഞാൻ ദൈവവചനങ്ങൾ യശാവ് 40 യശാവ് 53, അതുപോലെ 1 പത്രോസിന്റെ 2:23, അങ്ങനെ ഈ വചനങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങി. ഡെയിലി വചനം ഭക്ഷിക്കുക. ഇപ്പോഴും ഞാൻ വചനത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ തനിച്ചല്ല, വചനമാണ് എൻ്റെ അകത്ത് നിൽക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഇന്ന് ഒന്നുമില്ല, ഒന്നും ചെയ്യാനോ ഒന്നും കഴിവില്ലെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2ാമത്തെ വർഷവും മോള് അന്ന് വന്ന സമയത്ത് അവൾ ഒരു കാര്യം അവിടെ ഒരു കാർഡ് എടുത്ത് അവൾ എഴുതി വെച്ചേച്ചു പോയി. ഞാൻ മമ്മിയും പപ്പയും ബെർലിൻ ടവറിൽ കൊണ്ട് കയറ്റുവന്നു. അവൾ ഒരു വാഗ്ദത്തം എഴുതിയിട്ട് എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ വയ്യ, കാരണം ഞാൻ അതുപോലെ സിക്കായിട്ടിരിക്കുക. അവൾ അവിടെ എഴുതി വെച്ചേച്ചാ പോയത്. എന്നിട്ട് അവള് 2ാമത്തെ വർഷം അവള് പറഞ്ഞു, ഞങ്ങൾ മമ്മിയും പപ്പായും കൊണ്ടുപോകുന്നു. അങ്ങനെ ദൈവം അത് സാധിപ്പിച്ചു. അവിടെയും പോയി. 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും ഒക്കെ പോയി. ഇന്ന് എൻ്റെ ചെക്കപ്പ് കഴിഞ്ഞു. എനിക്കൊരു കീമോതെറപ്പി തരാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഈ കഴിഞ്ഞ മാസം എടുത്തു. അന്നേരമൊക്കെ ഞാൻ കാരിത്താസ് ഹോസ്പിറ്റലിന് വേണ്ടി, ക്യാൻസർ പേഷ്യന്റിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, ഡോക്ടേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ദൈവം ഒരു കാര്യം കൂടെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ 3 വിഷയമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ പ്രാർത്ഥനയിൽ വെച്ചിരിക്കുന്ന വിഷയം. ഒന്ന്, ക്യാൻസർ പേഷ്യന്റുകൾക്ക്, കുടുംബം തകർന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരായുള്ളവരെ ഇതിനകത്തു നിന്നൊക്കെ വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവവചനവും
അതുപോലെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ ഈ ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് ദൈവം ശക്തി തരും, പുത്രത്തിന്റെ അധികാരത്തിൽ. ഇപ്പൊ ഞാൻ നിൽക്കുന്നത്, ഞാൻ വചനത്തിലാണ് നിൽക്കുന്നത്. വചനം എന്റെ അകത്ത് എന്നിട്ട് ഞാൻ അതിനോട് എതിർത്ത് നിൽക്കുക. സാത്താനോട് എതിർത്ത് അവൻ നിങ്ങളെ വിട്ടുപോകും. എന്നാൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ, ദൈവസേനയിൽ താഴ്മയോട് ദൈവസേനയിലായിരിക്കാൻ ദൈവം കൃപ തന്നിരിക്കുകയാണ്. ഞങ്ങൾ 3 കാര്യമാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിലുള്ളത്. ഒന്ന്, മദ്യപാനികളുടെ കുടുംബം, തകർന്ന കുടുംബജീവിതം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തകർന്നവർ, പിന്നെ കുഞ്ഞുങ്ങളുടെ ഇപ്പം തലമുറകൾ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും തിരിക്കണം എന്ന് ഏലിയാവ് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം എന്നൊരു വിഷയം ദൈവം തന്നിട്ടുണ്ട്. അതും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. 3ാമത്, ക്യാൻസർ പേഷ്യന്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എനിക്ക് ക്യാൻസർ വന്നപ്പോഴാണ് ഈ മനോവേദന, ഭാരങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അവരുടേതായിട്ടുള്ള അവസ്ഥകൾ ഞാൻ അതിനകത്തൂടെ കടന്നുപോയുകൊണ്ട് ഞാൻ അറിയുന്നത്. ഈ കീമോതെറാപ്പി ചെയ്യുമ്പോഴും മറ്റ് റേഡിയേഷൻ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞുള്ള അവസ്ഥകൾ, അവരുടെ റിലേറ്റീവ്സിന്റെ അവസ്ഥകളെല്ലാം മനസ്സിലാക്കാനിടയിൽ അത് ഞാൻ ഇതിനകത്തൂടെ കടന്നു പോയപ്പോഴാണ്. അപ്പൊ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനൊന്ന് പറയട്ടെ, അറിവില്ലായ്മയാണ്, ഭയവുമാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും സംഭവങ്ങൾ ഇത് വർദ്ധിപ്പിക്കാനിടയാക്കിയത്. എന്നാൽ നിങ്ങൾ ഇനി ഈ TV കൂടെ ഉള്ള അനേക സാക്ഷ്യങ്ങളുണ്ടല്ലോ, കർത്താവിന്റെ ദാസൻ അനേക സാക്ഷ്യങ്ങൾ ഇങ്ങനെ വീഴുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഓരോ ദൈവമക്കളെയും ദൈവം നടത്തിക്കൊണ്ടുവന്ന വഴിയിൽ അറിവില്ലാത്തടത്ത് കർത്താവ് അനേകരെ അയച്ചും സാക്ഷ്യത്തിൽ കൂടി, ഇതാ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയും, കേട്ടവർ സാക്ഷ്യം പറയുന്നു പറഞ്ഞു. അങ്ങനെ ഈ സാക്ഷ്യത്തിലൂടെ സഹായിപ്പാൻ ഒരുവനുണ്ട്, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ വിളിച്ചാൽ ഓടി വരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇത്ര വലിയ ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവമാണല്ലോ, കുടുംബത്തിന്റെ തകർച്ചകൾ, കുഞ്ഞുങ്ങളുടെ തകർച്ചകൾ, അതുപോലെ ഈ ക്യാൻസർ എന്ന വിഷയം. ഇന്നൊക്കെ വിടിവിപ്പാൻ ദൈവശക്തനായ ഒരു ദൈവമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും സമയം അനുഭവിക്കുന്ന കർത്താവിന്റെ ദാസനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സാക്ഷ്യത്തിൽ ഞാൻ വിരമിക്കുന്നു. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. അരോമ TV കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ഇതിനു വേണ്ടി ദൈവം ദാസനെ ഉപയോഗിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ, പ്രത്യാശയില്ലാതെ വേദനിക്കുന്ന അനേകർക്ക് ഇത് പ്രത്യാശയായി തീരുവാൻ ദൈവം ഈ ചാനലിനെ ഉപയോഗിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ അനേകർ ഭാരപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേക ക്യാൻസർ പേഷ്യന്റ്, അതുപോലെ മദ്യപാനത്തിന്റെ തകർന്ന കുടുംബങ്ങൾ, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്ന അനേക മാതാപിതാക്കൾ, അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന ഈ സംരംഭങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും ഇന്ന് ദൈവം ഒരു വിടുതലിന്റെ കരം നീട്ടുമാറാകട്ടെ. കർത്താവിന്റെ കരത്തിൽ അവരെ ഏൽപ്പിച്ച് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ. അടിയനെ ഇതിനെയൊക്കെ ക്ഷണിച്ച ഈ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ പ്രിയ ജോയമ്മ ആൻറ്റിയെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവം നടത്തിയ അതിശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ പ്രാരംഭ ജീവിത കാലയളവിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പിന്നീട് കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് സന്തോഷത്തിൻ്റെ നാളുകൾ ഉണ്ടാകുമെന്ന് ചിന്തിച്ചു. എന്നാൽ മദ്യപാനവും മറ്റ് പലവിധമായ പീഡിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. എന്നാൽ തക്ക സമയമായപ്പോൾ കർത്താവ് കുടുംബമായി വിളിച്ച് വേർതിരിച്ച് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിക്കുവാൻ ദൈവം ആക്കി വച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, അനേകരെ ചേർത്ത് നിർത്തുവാൻ ഒക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അത്ഭുത സൗഖ്യം, ക്യാൻസർ രോഗത്തിൽ നിന്നുള്ള വിടുതൽ ഒക്കെ ദൈവം തന്നു. കർത്താവ് ഏൽപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ശുശ്രൂഷകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഏൽപ്പിച്ച നല്ല അനുഭവങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറെ സൗഖ്യത്തോടെ, ആരോഗ്യത്തോടെ, ദീർഘായുസോടെ കർത്താവിന് വേണ്ടി ഏറെ കുടുംബമായി ഇനിയും മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TVയുടെ മാന്യ ശ്രോതാക്കൾക്ക് ഈ ജീവിതാനുഭവം, സാക്ഷ്യം വലിയൊരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.
അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക പ്രാർത്ഥന നടത്തി വരുന്നു. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ ദാസിക്കും ഒരിക്കൽ കൂടി ആമേന് നന്ദി അറിയിക്കുന്നു. ദയവായി കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com